Hi, good evening. Good evening. Good evening. Suhaina, good evening. Hello, good evening. Hello, good evening. ക്ലാസ് നോട്ട് ചെയ്യുന്ന ആള് ജുഹൈനയൊക്കെയാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിന്റെ ചെറിയൊരു റിവ്യൂ പറയാം. തുടങ്ങാം. Okay. ഇന്നലെ എക്സ്പോർട്ട് അറിയില്ലായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മള് ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ പോർഷൻ ആണ് പറഞ്ഞത്, എങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്യാന്നുള്ളത്. അതില് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് സേ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്മളെന്തും നന്ദി പറയാം. അത് എന്തൊരു ഇതായിക്കോട്ടെ, നമുക്കൊന്ന് എഴുതി വെച്ചാലും മതി. നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അത് എഴുതിയാല് നമുക്ക് ആരോടൊക്കെ നന്ദി പറയാനുണ്ടാവും, എന്തൊക്കെ നന്ദി പറയാം. രണ്ടാമത്തേത് അബണ്ടൻസ് ആണ്. കാരണം നമ്മള് ഒരു എന്താ പറയാ, സമ്പത്തിനെ കുറിച്ച് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയാം. അതില് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മള് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയാം, അബണ്ടൻസ് മൈൻഡ് സെറ്റ്. പിന്നെ മൂന്നാമത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സ്റ്റോപ്പ് ചേസിങ് സ്റ്റാറ്റസ്. നമ്മള് എപ്പോഴും നോക്കുന്ന, ആദ്യമൊക്കെ ഈ സ്റ്റാറ്റസ് എന്നും നോക്കാൻ എനിക്ക് സമാധാനം ഉണ്ടാവുകയും, ഇപ്പൊ ഞാൻ ആ സംഭവം ഇല്ല, നിർത്തി. ഞാൻ സ്റ്റാറ്റസ് നോക്കാറില്ല. സാറ് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും അതേപോലെ ആരെങ്കിലും അപ്പൊ എന്നോട് ചോദിക്കും, ഈ സ്റ്റാറ്റസ് കണ്ടില്ലേന്ന് ചോദിക്കും ചിലവര്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല പറയാം. അപ്പൊ അത് സ്റ്റോപ്പ് ചേസിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ നിർത്താം. പിന്നെ ക്രിയേറ്റ് വെൽത്ത്, നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മള് വരുന്നത് അതില് നമ്മള് ഇതിനെ പറ്റി പറഞ്ഞിരുന്നു, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന്റെ വരുമാനം, അതിന്റെ ആവറേജ് ആണ് എന്ത് വരിക, നമ്മുടെ ഒരു വരുമാനമായിട്ട് വരിക എന്നുള്ളത്. പിന്നെ പിന്നെ പറഞ്ഞത് നമ്മൾ എല്ലാവരുടെ വിജയങ്ങളും ആഘോഷിക്കാം. നമ്മൾ മറ്റുള്ളവരുടെ വിജയം നമ്മൾ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാം. അവര് വളരുന്നതിന് നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പം അത് ഒന്ന് ചെയ്യാം. പിന്നുള്ളത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് നോ പറയാൻ പഠിക്കാം. എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനപ്പം തന്നെ നമ്മൾ നോ പറയാം. അല്ലാതെ ഞാൻ നോക്കട്ടെ, ഞാൻ ചെയ്യാമെന്നുള്ള ആ ഒരു ഇത് പറയാതെ ഇരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു ജുഹൈന. ഓക്കെ, താങ്ക് യു. സാറെത്തിയില്ലേ? റീസാറുണ്ട് ഇവിടെ. ബാക്കിയുള്ളവരുണ്ടോന്നാണ് ചോദ്യം. യെസ്, എന്തായാലും നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എല്ലാവരും വരട്ടെ. നമുക്ക് പുതിയ ടോപ്പിക് അല്ലേ, തുടങ്ങാം. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട് 2-3 ദിവസത്തെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. എന്തൊക്കെ പുതിയ വല്ല മാറ്റങ്ങൾ വന്നു, ഹാബിറ്റ് മാറ്റാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ നോളേജ് വല്ലതും കിട്ടുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും പുതിയ ആൾക്കാര്. മാക്സിമം വീഡിയോ ഓൺ ആവട്ടെ. യെസ്, വരട്ടെ, അഭിപ്രായങ്ങൾ വരട്ടെ. എന്നാലല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാവാത്തതുണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയണോ, ഡീറ്റെയിൽ കൂടുതലാണെന്നുള്ള കംപ്ലൈന്റ് ഉണ്ടോ, പോയിന്റ് കൂട്ടണമെന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും. എന്നാലല്ലേ എനിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പരിപാടി നടത്തുന്നത് എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട. യെസ്, കാർ ഓടിക്കുകയാണെങ്കിൽ ഇക്ബാലെ വേണ്ട.
വീഡിയോ ഓൺ ആക്കണ്ട. അത്രേ ഉള്ളൂ. പറഞ്ഞോ. ലിങ്ക് ജോയിൻ ആവുന്നില്ല. നിഷ ഒന്ന് ലിങ്ക് ഒന്ന് അയച്ചു. സിന്ധുലതയ്ക്ക് എന്താ പ്രശ്നം? സിന്ധുലത വേറെ ഏതോ ലിങ്കിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടുണ്ട്. യെസ് എന്ന് ആരൊന്നും മിണ്ടാത്തെ? എനിക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള എല്ലാരും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ എല്ലാരും ഇവിടെ ഞാൻ തുറന്നു വെക്കും. സംസാരിച്ചോ വേഗം. സാറേ ഇന്നലെ പകരം നമ്മളെ പറഞ്ഞു. നോ പറയുന്ന കാര്യം പറഞ്ഞല്ലോ. അതില് നമ്മള് എല്ലാ സിറ്റുവേഷനിലും നോ പറയണത് നമുക്ക് കറക്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. എല്ലാ സിറ്റുവേഷനിലും നോ പറയുന്നത് പോസിബിൾ അല്ല. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഏതൊക്കെ സിറ്റുവേഷൻ ആണ് ഒരു ബിസിനസ്സുകാരന്റെ ചിന്ത മാത്രം കേട്ടോ. ഞാൻ പറയണത് ഒരു ബിസിനസ്സുകാരന്റെ ചിന്തയിൽ നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഏതിനോടാണ് നമ്മൾ നോ പറയേണ്ടത്? അത് പ്രയോറിറ്റിയാണ്. നമ്മൾ പറയാറില്ല ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി എന്നൊക്കെ. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മിക്കവാറും കല്യാണങ്ങൾ, ഫങ്ഷൻസിന് ഞാൻ പോവാറില്ല. പക്ഷെ സ്വന്തം അനിയന്റെ കൊച്ചിന്റെ പരിപാടി സ്വന്തം എന്റെ വീട്ടിൽ നടക്കുന്ന സമയത്ത് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അത് പ്രയോറിറ്റിയാണ്. ഏതെങ്കിലും കൂട്ടുകാരപ്പോ ആത്മാർത്ഥമായ കൂട്ടുകാരന്റെ ഒരു പരിപാടിക്ക് ഫംഗ്ഷൻ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ സമയം ഞാൻ അവിടെ കൊടുക്കുന്നത് കുറയ്ക്കും. എന്നാൽ എനിക്ക് ഏതെങ്കിലും അകന്ന ബന്ധുക്കാർ വന്നിട്ട് നീയും വരണം, നിന്റെ ഭാര്യയും നിന്റെ കുട്ടികളും ബാക്കിയുള്ള എല്ലാവരും വരണം എന്ന് പറയുന്ന ചില കല്യാണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പണ്ട് നമ്മുടെ കല്യാണത്തിൽ അവരെ വിളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ക്ഷണം വന്നിട്ടുണ്ടാവുക. ഞങ്ങളൊക്കെ മെല്ലെ നൈസായിട്ട് ഒഴിവാക്കും. തിരക്കാണ്, ഞങ്ങളാണ് യൂഷ്വലി തിരക്കായത് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം മനഃപൂർവ്വം നമ്മൾ ഒരു കല്യാണത്തിന് പോവാതിരിക്കുക എന്നുള്ളതല്ല. വെറുതെ വീട്ടിലിരുന്നിട്ട് ഒരിക്കലും ഫംഗ്ഷന് പോവാതിരിക്കുന്നില്ല. പക്ഷെ എന്നാൽ കൂടി പോവാതിരിക്കുക. അപ്പൊ അതുപോലെ പല കാര്യങ്ങളോടും ചില ആളുകളോട് നോ പറയേണ്ടി വരും. ഉദാഹരണമായിട്ട് അറിയാലോ, ഇക്ബാലിന് തന്നെ അനുഭവം ഉണ്ടല്ലോ. ചില ആളുകൾ കാശ് കടം ചോദിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുക. അവരുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ പക്ഷെ നോ പറയേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, കടം മേടിക്കുന്നത് മാത്രമല്ല പല സിറ്റുവേഷൻസിലും നമ്മൾ ഈ വള്ളി പിടിക്കുക എന്ന് പറയില്ലേ, വള്ളിപിടുത്തങ്ങളോടെ നോ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മുടെ നാട്ടില് ഈ വള്ളി പിടിക്കുന്നതാണ് പ്രശ്നം. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. വാട്ട് അതേഴ്സ് തിങ്ക്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് തെറ്റുകൾ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അവരെന്ത് വിചാരിക്കും. അപ്പൊ അമ്മമാരും വീട്ടുകാർ നിർബന്ധിക്കും, നീ അവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് നീ ചെയ്യണം. അതിനോടൊക്കെ ചില സമയത്ത് നോ പറയേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് വിശ്വാസമില്ലാത്ത, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നമ്മൾ നോ പറയേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക. ആരോടാണ് എന്നുള്ളത്. നമുക്കിപ്പോ ഏറ്റവും അടുത്ത അച്ഛനോട് അമ്മോട് നമുക്ക് ചില കാര്യങ്ങൾ നോ പറയാൻ പറ്റില്ല, അല്ലേ? അവരൊരു സജഷൻ വെക്കുന്ന സമയത്ത് അച്ഛൻ പറയാണ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ പറയാണ്, എന്നെ ആ കല്യാണത്തിന് നീ നിന്റെ കാറിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നോ ക്വസ്റ്റ്യൻ. ആദ്യമൊക്കെ പറഞ്ഞു നോക്കും, ആ കല്യാണത്തിന് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുമെങ്കിലും അറ്റ് ലാസ്റ്റ് അച്ഛൻ പറയാണ് എന്നെ കേട്ടണം, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. എന്നാൽ എല്ലാ കല്യാണത്തിനും നമ്മൾ പോവില്ല. പോയിന്റ് മനസ്സിലായ? ആൾക്കാർ വിചാരിക്കും ഇയാൾ കല്യാണത്തിന് പോകാതെ പറയാനാണോ വരണമെന്ന് വിചാരിക്കും. പക്ഷെ അത് റൂട്ടീന്റെ ഭാഗമായിട്ട് ഏതറിയോ, സമയത്തിനാണ് നമുക്ക് വില. എന്റെ ഒരു മണിക്കൂറിന് എനിക്ക് വിലയുണ്ട്. അതിന് ഒരുപാട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന് റേറ്റ് ഇട്ടുണ്ട്. ഞാൻ ആ റേറ്റ് കിട്ടേണ്ടതിന്റെ ആവശ്യമാണ്. അതുപോലെ വേറൊരു നിലത്തെ ഒരു ക്ലാസിന്റെ നമ്മളൊരു കാര്യം കൂടെ, അതായത് നമ്മളെ നമ്മളെ ആവറേജ് സാലറി അല്ലെങ്കിൽ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് നമ്മളൊരു 5 ഫ്രണ്ട്സിന്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പൊതുവെ ഇപ്പൊ സാറിന്റെയും എന്റെയൊക്കെ നമ്മളെ നാട്ടുമ്പുറത്തുള്ള ആൾക്കാരാണ്. അതായത് വെറുതെ അവിടെ മറ്റേ ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിരിക്കുന്നവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ ചെറുപ്പത്തിലുള്ള നമ്മളെ ഫ്രണ്ട് സർക്കിൾ. അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അതായത് നല്ല ഹൈലി ഇൻകം ആയിട്ടുള്ള നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിസിനസ് നെറ്റ്വർക്കുകളുടെ ഭാഗമാകും. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് അല്ലെ, നമ്മുടെ BCH എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി എന്താണ്? അതൊരു ഗ്രൂപ്പാണ്. അതിൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ആവറേജ് എത്രയായിരിക്കും? അപ്പൊ അവിടെ വരുന്നവരുടെ ആവറേജ് കൂടും സ്വാഭാവികമായിട്ടും. അതായത് അവർ പരസ്പരം സംസാരിക്കുന്നു. ഇപ്പൊ പണ്ട് ജുഹൈന സംസാരിച്ചു, നല്ല തമാശക്കാരൻ പറഞ്ഞു, പണ്ട് ജുഹൈന സംസാരിക്കുന്ന അടുത്ത വീട്ടിൽ ചേച്ചിയോടാണ്, താനോടാണ്. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് എന്തായിരുന്നു, ടോപ്പിക് എന്തായിരുന്നു? ഏതെങ്കിലും ആൾക്കാരുടെ കുറ്റമായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ അതല്ല.
ഇപ്പൊ ജുഹൈന സംസാരിക്കുന്നത് ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരോടാണ്. ചിലപ്പോൾ നവീൻ സാറെ വിളിക്കും, ചിലപ്പോൾ എന്നെ വിളിക്കും, ചിലപ്പോൾ ഇക്ബാലിനെ വിളിക്കും, സിറാജിനെ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സംസാരിക്കുന്ന ഒരിക്കലും ഇക്ബാലിന്റെ മറ്റേ അമ്മയ്ക്ക് സുഖമാണോ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, വാപ്പാക്ക് ഉമ്മാക്ക് സുഖം തന്നെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളല്ല, ഓൻ എന്ത് പറയണമെന്നല്ല. നമ്മൾ സംസാരിക്കുന്നത് കച്ചവടമായിരിക്കും, ബിസിനസ് ആയിരിക്കും, ഐഡിയാസ് ആയിരിക്കും. അത് ചെയ്താൽ എന്തായിരിക്കും, നിന്റെ അഭിപ്രായം എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളെ വരിക. ബേസിക്കലി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ആരെയാണോ കേൾക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പറഞ്ഞത് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവുക എന്നതിനപ്പുറത്ത് നമ്മൾ ലിസൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ലിസൺ ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അപ്പോ മറ്റേ ബി വിത്ത് ദ പീപ്പിൾ എന്നുള്ളതിനേക്കാൾ പുറത്ത് ലിസൺ ടു ദ ബിഗ് പീപ്പിൾ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇന്ന് പതിയെ തുടങ്ങിയാലോ? യെസ്. ഓരോ ദിവസം കുറയുന്തോറും ആളുകളുടെ എണ്ണം കുറയണോ? നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല അല്ലെ? ഞാൻ 2 ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ഒന്നിങ്ങനെ കറങ്ങി തെളിഞ്ഞ് വരട്ടെ, ആരൊക്കെയാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര്. ഏകദേശം 115, 120ഓളം ആളുകൾ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ പറഞ്ഞ ഫിഗർ. നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവനവനൊരു തീരുമാനമില്ല. ഒന്നതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോ സിഇഒസ് ബ്ലൂ പ്രിന്റ്, ഒരു സിഇഒന്റെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ, ചീഫ് എവറിത്തിങ് ഓഫീസർ അല്ല, ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, എനിക്ക് പല പേരുകളുണ്ട് ഈ സിഇഒക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ബ്ലൂ പ്രിന്റ്, എങ്ങനെ ഇരിക്കണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, ജോലികൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആരാണ് ഒരു സിഇഒ? ഒരു കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കാൻ, ഏതൊരു ജാഥയ്ക്കും ഒരു മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളെ പോലെ ഒരാൾ, മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരാളെ വേണം. അതാണ് സിഇഒ. അത് നിങ്ങൾ തന്നെ ആവാം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാവാം, അല്ല നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ എടുക്കാം ആസ് എ സിഇഒ. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ കമ്പനികളിലും സിഇഒ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കമ്പനിയുടെ ഓണർ തന്നെയായിരിക്കും മിക്കവാറും കമ്പനിയുടെ സിഇഒ. എന്റെ കമ്പനിയുടെ സിഇഒ ഞാനാണ്. പിന്നെ എനിക്ക് എന്റെ ഡയറക്ടർ നിഷ, പാർട്ണർ പുള്ളിക്കാരി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഓപ്പറേഷൻസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹമാണ് നോക്കുന്നത്. ചീഫ് എക്സിക്യൂഷൻ, കമ്പനിയുടെ എക്സിക്യൂഷൻ ഭാഗങ്ങളെ കുറിച്ച് ഞാനാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. എന്താണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി, അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ 2-3 കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതില് നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയുടെ ഈ ഒരു വർഷം, ഇപ്പൊ ഞാൻ ഇന്നലെ 3 മാസത്തെ കാര്യം പറഞ്ഞു, ഈ ഒരു വർഷത്തേക്ക്, അതായത് 2026 മാർച്ച് 31 എന്ന് വെക്കുക, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ ആൻസാണ്. 2026 മാർച്ച് 31 നിങ്ങൾക്ക് എത്ര രൂപയുടെ ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം? ചാർട്ട് എന്നിട്ട് ലെറ്റ് മീ സീ, എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് നോക്കും. എത്ര രൂപയുടെ ബിസിനസ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 1 crore. ഓക്കെ, 35 lakh, 5 crore, 1.5 crore. ഓക്കെ, കഴിഞ്ഞോ? 4 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. 2 crore. ഓക്കെ, 3 crore, 25 lakh, 30 lakh, 50 lakh. ക്വസ്റ്റ്യനോ? ഒരു വർഷം 2026 മാർച്ച് 31 നിങ്ങൾ എത്ര രൂപയുടെ ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ബിസിനസ്, റവന്യൂ, ലാഭമല്ല, റവന്യൂ. നിഷ, നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ലിങ്ക് ചോദിക്കുന്നുണ്ടോ? ഒന്ന് ഇട്ട് കൊടുക്കണേ. ലിങ്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. എന്താ പ്രശ്നം? അതെ, നമ്മള് കയറാൻ നോക്കുമ്പോഴേ ഇതിൽ വന്ന് നിൽക്കുക, അതായത് ക്രോമിൽ വന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ആവുന്നില്ല ആപ്പിലോട്ട്.
ഞാനായാലും കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് കോഡിന്റെ അടിച്ചിട്ട് പാസ്വേഡ് എടുത്തിട്ടാണ് കയറുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആ ലിങ്ക് യൂസ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. ആണോ? മെയിലിൽ വന്ന ലിങ്ക് അങ്ങനെയാണോ പ്രശ്നം? അതെ അതെ, മെയിലിൽ വന്ന ലിങ്കിലാണ് പ്രശ്നം. ഈ 3 ദിവസം അങ്ങനെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഇഷ്യൂ ഉണ്ട് എനിക്ക്. അതിന് കാരണം ഞാന് പറയൂ. ഞാൻ മെയിലിൽ വന്ന ലിങ്കാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ട്. അത് വേറെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ അതിന് പറ്റുന്നുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ചിലപ്പോൾ സൂം നിങ്ങളുടെ ഓതന്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് സൂമിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. സൂമിന്റെ ആപ്പ് കിടപ്പുണ്ടാവും, ചിലപ്പോൾ അക്കൗണ്ട് ഉണ്ടാവില്ല. ചിലർക്ക് പ്രശ്നമുണ്ടായിരിക്കും, ചിലർക്ക് അത് സഫാരി അല്ലെങ്കിൽ ബ്രൗസർ വെച്ചിട്ടായിരിക്കും കയറി വരും. ഓക്കെ, അതുകൊണ്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ ഞാൻ നാളെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയും. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഇതിന്റെ ഇടയിൽ പണിയൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവും. ഇല്ല കമറുദ്ദീൻ, ഞാൻ 4 lakh പ്രോഫിറ്റബിൾ എന്നുള്ളതല്ല, പ്രോഫിറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ബെനിഫിറ്റ്, സോറി റവന്യൂ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്രത്തോളം വലിയ ബിസിനസ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സിഇഒന്റെ റോളുകൾ എന്തൊക്കെയാണ്, കമ്പനിയിൽ ഒരു സിഇഒ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് രാവിലെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. 1-2 പേരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറേ, എനിക്ക് ഒരു കമ്പനി സെറ്റ് ചെയ്യണം, എനിക്ക് കമ്പനി സെറ്റ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, എന്ത് ഞാൻ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു, പല കോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചുള്ള എനിക്കിത് ഡെയിലി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ജോലി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡിസ്കഷൻസിൽ പങ്കാളിയാവുക, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും എന്റെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഓരോ സിഇഒസിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എനിവേ, അപ്പോ ഒരു സിഇഒന്റെ യഥാർത്ഥ ജോലി എന്താണ്? സിഇഒ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ എവിടേക്കാണ് പോകുന്നതെന്ന് തീരുമാനിക്കുകയും എവിടെ എത്തണമെന്ന് തീരുമാനിക്കുകയും അത് എങ്ങനെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുകയും അതിന് പോവാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്, ബസ്സാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് കരുതുക. നമ്മൾ ബിസിനസ്സിനെ ബസ്സായിട്ട് കണക്കാക്കും. കൃത്യമായിട്ട് എവിടേക്ക് എത്തണം ഈ ബസ് എന്നുള്ളതിന്റെ ബോർഡ് വെക്കണം. ആ ബസ്സിൽ എത്ര ആളുകൾ കയറണം, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ എംപ്ലോയീസ് അതിൽ ഉണ്ടാവണം എന്നുള്ള പ്ലാൻ ഉണ്ടാവണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ ബസ് ഏത് റൂട്ടിൽ പോകണം എന്ന് തീരുമാനിക്കണം. ഏതെങ്കിലും റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തീരുമാനങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ പോവാനുള്ള നമുക്ക് സോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പോവാനുള്ള എനർജി, അതിനുള്ള സിസ്റ്റം സെറ്റപ്പുകൾ ഉണ്ടോ എന്ന് തീരുമാനിക്കാം. അതായത് ഒരു കമ്പനിയുടെ A to Z കാര്യങ്ങളെ സെറ്റ് ചെയ്യുന്ന ആളെയാണ് നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ നടത്തലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഒരു ടോപ്പിക് എടുത്തത്, ആൾക്കാർക്ക് അറിയോ എനിക്കെന്താ സിഇഒ എന്താണെന്ന് അറിയില്ലേ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ ഇവിടെ ചിന്തയുണ്ട്. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ കുറച്ച് പൈസ ഇട്ടിട്ട് ബിസിനസ് തുറന്നു. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് എംപ്ലോയീസിനെ എടുക്കും, അവരങ്ങ് കൊണ്ട് നടക്കും. ഈ എംപ്ലോയീസ് അങ്ങ് കൊണ്ട് നടക്കാം, അവർ കൊണ്ട് നടക്കട്ടെ, അവരല്ലേ വേണ്ടത്, അവർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ, എന്താണെന്നും ചെയ്യുന്നില്ല, എനിക്ക് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർ. അപ്പോ ഞാൻ ആദ്യം പറയുന്നു, ഞാൻ നിങ്ങളോട് ചോദിച്ചു എത്ര കോടി രൂപയാണ്, അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയാണെങ്കിൽ എത്ര രൂപയാണ് നിങ്ങളുടെ റവന്യൂ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഈ റവന്യൂ നിങ്ങൾ ഇപ്പൊ ചാറ്റിലിട്ടവർ എത്ര പേര് ഫസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ടോ നിങ്ങൾ? ഇതിൽ 95% ആളുകളും ഈ ഒരു എമൗണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ ബിസിനസ്സിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചാറ്റിൽ ഇടുകയോ എഴുതിയെടുക്കുകയോ ഈവൻ ചിലപ്പോൾ ചിന്തിക്കുകയോ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഒരു എമൗണ്ട് ഇട്ട ആൾക്കാരുണ്ട്. ചില ആളുകൾ എനിക്ക് അത്ര വേണം എന്നുള്ളൊരു സ്വപ്നമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് 5 കോടി ഇട്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 8 കോടി 10 കോടി ഇട്ട ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് ഇതൊന്നും എത്താൻ പോകുന്നില്ല, ഞാൻ ഭയങ്കര കഷ്ടപ്പാടാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് മോശമാണ്, മാർക്കറ്റ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുറച്ചിട്ട ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ്, എത്തേണ്ട ടാർഗറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്ലാനിനെ കുറിച്ച്, ഒരു ഗോളിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ബിസിനസ് തുടങ്ങിയിട്ട് ബിസിനസ് പാതി വഴിയിൽ നിന്നു പോകുന്ന
അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന, സ്ട്രഗിൾ ആയിട്ട് പോകുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവർക്ക് വഴികാട്ടലാണ് എന്റെ ജോലി. അവരെ കാര്യങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഞാൻ ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ ഞാൻ വിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം, അതായത് ഗോൾ സെറ്റിംഗ് സെഷൻസ് വെക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരായ ആളുകൾ അവിടെ വന്ന് അവരുടെ ഒരു വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യും. അവർക്ക് എത്ര ലക്ഷം രൂപയുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഞാൻ ഈ 5 കോടി എന്ന് എഴുതാൻ അല്ലെങ്കിൽ 2 കോടി എന്ന് ഇവിടെ എഴുതാൻ ഏതൊരാൾക്കും വളരെ ഈസിയാണ്. സീരിയസ്ലി വളരെ ഈസിയാണ്. പക്ഷേ ഈ 2 കോടി എന്തുകൊണ്ട് എനിക്ക് വേണം, ഈ 2 കോടിയിലേക്ക് എനിക്ക് നിർബന്ധമായിട്ടും എത്താൻ എന്തൊക്കെ ഞാൻ ചെയ്യണം, അതിൽ ഏതൊക്കെ സോഴ്സുകൾ ഞാൻ ഉപയോഗിക്കണം, ഇപ്പോ ഞാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, നാളെ കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന വ്യക്തമായിട്ടുള്ള പ്ലാനുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കമ്പനി നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് കമ്പനിക്ക് ഒരു പേരാണ് സാറേ. എന്നിട്ട് കമ്പനിക്ക് ഒരു ലോഗോ ആണ് സാറേ. എന്നിട്ട് ഒരു വെബ്സൈറ്റ് വേണം സാറേ. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന് ഫേസ്ബുക്കിൽ ഓരോ പേജ് വേണം സാറേ. എന്നിട്ട് പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയില്ല സാറേ. പലർക്കുള്ള പ്രശ്നമാണ്. ആദ്യം തുടങ്ങേണ്ടത് കമ്പനി. അതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ഓഫീസ് വേണം. ചിലപ്പോൾ 5 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ 90% പൈസയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഈ പറയുന്ന ഓഫീസുകൾ സെറ്റ് ചെയ്യുന്നതിനും അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനായിരിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആദ്യം നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു ഓഫീസ് എടുക്കുന്നതിന് മുന്നേ, നിങ്ങളൊരു കമ്പനിക്ക് ഒരു പേരിടുന്നതിന്, ഒരു പക്ഷെ പേരിടുന്നതിന് മുന്നേ, ഒരു ലോഗോ ഇടുന്നതിന് മുന്നേ, ഞാൻ ഈ പരിപാടി എന്തിനാണ് തുടങ്ങുന്നത് എന്നൊരു ധാരണ ഉണ്ടാവണം. ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ബിസിനസ്സിൽ ചെയ്യുന്നത് 1, 2, 3 തെറ്റുകൾ ഞാൻ പറഞ്ഞു. ആളുകൾ കൂടുതൽ വാങ്ങുമെന്ന് കരുതുന്ന, ആളുകൾക്ക് ഭയങ്കര ആവശ്യമുണ്ട് എന്ന് കരുതുന്ന, കൂടുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില ബിസിനസ്സുകൾ നേരിട്ട് തുടങ്ങുന്ന കുറെ ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫുഡിനോട് ബന്ധപ്പെട്ട അച്ചാറ് കമ്പനികൾ, ഉണ്ണിയപ്പ കമ്പനികൾ, അല്ലെങ്കിൽ ഹോട്ടലുകൾ, അല്ലെങ്കിൽ ഫുഡ് എല്ലാവരും കഴിക്കുന്നതാണല്ലോ എന്നുള്ള ധാരണയിൽ ഒരു ഹോട്ടൽ തുടങ്ങാം എന്നൊക്കെ പറയുന്ന ആളുകൾ. ഗാർമെന്റ് സെഷൻസ്, അപ്പൊ റീറ്റെയിലില്, ഹോൾസെയിലില്, ഓഫ്ലൈനില്, ഓൺലൈനില് എങ്ങനെയെങ്കിലൊക്കെ ഇത് തുടങ്ങുക. കാരണം ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഇത് വിൽക്കുന്നുണ്ട്. എനിക്കും വിൽക്കാം, എനിക്കും അതുപോലെ തുടങ്ങാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് കുറെ ആളുകൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യുന്ന ഒരു ബിസിനസ് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇഫ് യു ആർ നോട്ട് എക്സ്പേർട്ട്, ഡോണ്ട് സ്റ്റാർട്ട് ഇറ്റ്. നിങ്ങൾ അതിൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങരുത്. പലരും ഇവിടെയുള്ള ആളുകളും ഇപ്പൊ എനിക്ക് ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, എന്നാൽ കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം എന്നങ്ങ് പറഞ്ഞ് തുടങ്ങുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഉച്ചയൂണ് കൊടുക്കുന്ന കുറെ ആളുകളുണ്ട്. എനിക്കൊന്ന് ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ട്, എനിക്കറിയാവുന്നതാണ്. ഉച്ചയൂണ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ഉച്ചയൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഊണിന് നാട്ടില് വില വരുന്നത് 80 രൂപ, 60 രൂപയൊക്കെയാണ്. അപ്പൊ ശരി, ഞാൻ 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപയ്ക്ക് നിങ്ങൾ ഊണ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസുകൾ എന്തായിരിക്കുമെന്ന് ആലോചിക്കണം. ഇതിൽ എത്ര പേരെ നമുക്ക് കസ്റ്റമറായിട്ട് കിട്ടുമെന്ന് ആലോചിക്കണം. ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഉച്ചയൂണിന്റെ പരിപാടി തുടങ്ങി ഒരു 50 ഊണൊക്കെ പോവും സാറേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 50 × 60 എത്രയാ? 3000 രൂപ ആണ് നമുക്ക് ഒരു ദിവസം 50 ഊണ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഭക്ഷണത്തിന്റെ അരി വാങ്ങാനും സാധനങ്ങൾ വാങ്ങാൻ തന്നെ 2000 രൂപയാവും. പിന്നെ അതിന്റെ പിന്നിൽ നിൽക്കാൻ ഒരു കുക്ക് ഉണ്ട്, കുക്കിന് ഒരു 500 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞാൽ അത് സെർവ് ചെയ്യാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടിക്ക് ഒരു 10, 250, 300 രൂപ കൊടുക്കണം. അവസാനം നമുക്ക് കിട്ടണത് എന്താ? 200 രൂപ. ഈ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് 50 ഊണും അതിന്റെ ടെൻഷനും അതിന് സാധനങ്ങൾ വാങ്ങാൻ പോയ പ്രശ്നവും ഈ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? ഈ 50 രൂപയ്ക്ക് 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാ,
നാട്ടിൽ സുലഭമായിട്ട് ആളുകൾ വാങ്ങുമെന്ന് വിചാരിക്കുന്ന സാധനം റേറ്റ് കുറച്ച് കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തുടങ്ങുകയും അവനവന്റെ എക്സ്പെൻസുകൾ കൂടി നടത്താൻ പറ്റാത്ത കണ്ടീഷനിൽ അവസാനം നിർത്തിപ്പോകേണ്ട പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും. പലർക്കും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പലരും മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാരണമുണ്ട്, പിന്നെ ഒരു കാര്യമുണ്ട്, എന്തറിയും, ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പരസ്യം ചെയ്യും, പിന്നെ പരസ്യം ചെയ്യാൻ മറന്നു പോകും, പിന്നെ കോംപ്രമൈസ് ചെയ്യും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യും, ടൈമിൽ കോംപ്രമൈസ് ചെയ്യും, നടക്കില്ല. ഞാനിത് പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു? ഒന്ന്, ഏറ്റവും കൂടുതൽ ഇതുള്ള ബിസിനസ്സുകൾ നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ യഥാർത്ഥ ലൊക്കേഷനിലോ അല്ലെങ്കിൽ യഥാർത്ഥ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്തോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നു. അതൊരു വലിയ അബദ്ധമാണ്, വലിയൊരു അബദ്ധമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കിതിൽ വേണ്ടത്ര എക്സ്പേർട്ട്നെസ്സോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനോ, ഒരു വലിയ പ്ലാനോ നിങ്ങളുടെ മുന്നിലില്ല. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചെറുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾ വിജയിക്കും. പക്ഷേ ചെറിയ ചിന്തകളിൽ, ചെറിയ ലക്ഷ്യങ്ങളിൽ തുടങ്ങുന്ന ബിസിനസ്സുകൾ ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പോയിന്റ് മനസ്സിലായി തോന്നിയിരിക്കുന്നു. ചെറിയ ഗോളുകളിൽ, ചെറിയ ലക്ഷ്യങ്ങളിൽ തുടങ്ങാൻ വെച്ചിരിക്കുന്ന, പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. വലിയ ലക്ഷ്യങ്ങളുള്ള ബിസിനസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുള്ളൂ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എപ്പം ഒരു 100 ഊണ് കൊടുക്കാം, 50 ഊണ് കൊടുക്കാം. ഈ 50 100 ഊണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഉച്ചയൂണെന്ന് പറയുന്ന പരിപാടി തുടങ്ങരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ടെൻഷനും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവൂ, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ, പ്രോപ്പറായിട്ട് ഒരു വരുമാനം കിട്ടില്ല. പല ആളുകളും, വൈദ്യു എനിക്ക് തോന്നുന്നില്ല ഡ്രൈവിംഗിലാന്ന് എന്നോട് പറഞ്ഞിരുന്നു, പല ആളുകളും, പല കുടുംബങ്ങളിലും, പല ഹൗസ് വൈഫും MLM തുടങ്ങും, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രൊഡക്ട്സുകൾ, ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ പ്രൊഡക്ട്സുകൾ തുടങ്ങും. ഹെൽത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോട് ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ തന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പലപ്പോഴും തോറ്റു പോകുന്നത്, പലപ്പോഴും അവർക്ക് ഒരു നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. എന്നാൽ പല ആളുകളും വലിയ വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്, വലിയ വലിയ ബിസിനസ് നടത്താൻ സാധിക്കുന്ന ലക്ഷ്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടങ്ങുന്നത് 2 3 5 ആളുകളെ ഇതിൽ കണ്ടുകൊണ്ടാണെങ്കിൽ മറ്റവർ തുടങ്ങിയിരിക്കുന്നത് വലിയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ്. അപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളവന്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടുന്ന് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ദൂരം, 2 കിലോമീറ്റർ ദൂരത്തേക്ക് പോകാൻ നിങ്ങൾ വലിയ രീതിയിലുള്ള പ്ലാനിങ് ഒന്നും ചെയ്യോ? ഒരു ഡ്രസ്സ് പോലും ചിലപ്പോൾ മാറ്റില്ല, ഉടുത്ത ലുക്കിയിൽ ഇറങ്ങി പോയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് പറ്റും. ജസ്റ്റ് ഒന്ന് ടൗൺ വരെ പോകണമെന്ന് കരുതുക, ഉണ്ണിൻകുട്ടി, ജസ്റ്റ് ടൗൺ വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്ന് അങ്ങ് നേരെ ഇറങ്ങിയിട്ട് ഇപ്പൊ വരാടി എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിട്ട്, അത് എന്താണ്, ഉടുത്ത ലുങ്കി ആണെങ്കിൽ ലുങ്കി, അല്ലെങ്കിൽ മുണ്ടാണെങ്കിൽ മുണ്ട്, പോയിട്ട് വരും. എന്താണെന്നില്ല, അവിടെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ ടൗണിലെത്തും, കുറച്ച് ആൾക്കാരെ കാണും, തിരിച്ചു പോരും. എന്നെങ്കിലും പ്ലാൻഡ് ആയിട്ട് പോയിട്ട് നമ്മൾ ടൗണിൽ പോയിട്ട് ആൾക്കാരെ കണ്ടു പോകുന്നുണ്ടോ തൊട്ടടുത്ത ടൗണിൽ? എന്നാൽ നിങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് പോവുകയാണെന്ന് കരുതുക, മണാലി ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാമെന്ന് കരുതുക, മണാലി ട്രിപ്പ് പോകണമെന്ന് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യുക? അവിടേക്ക് അവിടെ ധരിക്കേണ്ട വസ്ത്രങ്ങൾ, ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ്, എങ്ങനെയൊക്കെ ട്രെയിനിൽ പോകണോ, ഫ്ലൈറ്റിൽ പോകണോ, എവിടുന്നാണ് ഞാൻ വണ്ടി പിടിക്കേണ്ടത്, അവിടെ പോയിട്ട് എന്റെ ട്രാവലിംഗ് എങ്ങനെ, ബൈക്ക് എടുക്കണോ അവിടെ പോയിട്ട്, അതോ ഞാൻ കാർ ഏൽപ്പിക്കുകയാണോ വേണ്ടത്, അവിടെ ഏത് ഹോട്ടലിൽ ഞാൻ താമസിക്കണം, അതിന് ഞാൻ ബുക്ക് ചെയ്യണം, പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ ബുക്ക് ചെയ്യിപ്പിക്കാം. ഒരുപാട് പ്ലാനിങ് നടത്തും അല്ലെ? ചെറിയ ലക്ഷ്യങ്ങളിൽ നമ്മൾ പ്ലാനുകൾ ചെയ്യാറില്ല, വലിയ ലക്ഷ്യങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും, നിങ്ങൾ യു മസ്റ്റ് ഹാവ് എ ബിഗ് ക്ലിയർ വിഷൻ. എന്താ പേര്? ബിഗ് ക്ലിയർ വിഷൻ. കൃത്യമായിട്ട് വലിയ ക്ലാരിറ്റി ഉള്ള ഒരു വിഷൻ വേണം. അപ്പൊ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 3 കാര്യങ്ങൾ കൃത്യമായിട്ട് വേണം. എന്താണെന്നറിയോ? ഒന്ന്, അവനൊരു വിഷൻ വേണം. എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടത്, എപ്പോഴാണ് എത്തേണ്ടത് എന്നുള്ള ഒരു വിഷൻ ആർക്ക് വേണം? ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വേണം. അപ്പോൾ ഏതൊരു കമ്പനി തുടങ്ങുകയാണെങ്കിലും ഒരു വിഷൻ വേണം.
രണ്ടാമത്തത് ഇവിടേക്ക് എങ്ങനെ പോകാം, ഏത് മാർഗം പോവാം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കണം. അതാണ് മിഷൻ. നമ്മൾ എങ്ങനെ പോകുന്നു, എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണം. ദാറ്റ്സ് കോൾഡ് മിഷൻ. ഞാൻ ഈ വഴി തെരഞ്ഞെടുത്ത് പോവാം, ഇങ്ങനെ പോവാം. മൂന്നാമത്തത് എക്സിക്യൂഷൻ പ്ലാൻ ആണ്. പ്ലാൻ. ഞാൻ എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് പുറപ്പെടണം, ഏതൊക്കെ വണ്ടികൾ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ പോകണം എന്ന് ഒരു യാത്രയിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നടത്തുന്ന കൾച്ചർ എന്താണ്, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പോകണം, എത്ര ആളുകളെ വെക്കണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപയുടെ മാർക്കറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കലാണ് പ്ലാൻ. ഈ മൂന്നും ഇല്ലാത്ത ഒരു സിഇഒ എന്ന് പറയുന്നത് കണ്ണുപൊട്ടന് സമമായിരിക്കും, അന്ധന് സമമായിരിക്കും, കണ്ണ് മനഃപൂർവ്വം അടച്ചു വെച്ചിരിക്കുന്ന ആൾക്ക് സമമായിരിക്കും. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്ന കമ്പനികൾക്ക്, നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണെന്ന് വിചാരിക്കുന്നു, എത്ര പേർക്ക് വിഷനും മിഷനും പ്ലാനും ഉണ്ട്? ഒന്ന് സ്റ്റാറ്റസിലേക്ക് ഇട്ടേ, ഒന്ന് ചാറ്റിലേക്ക് ഇട്ടേ. യെസ് എന്നല്ലെങ്കിൽ നോ, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. തുറന്നു പറയണേ. യെസ്, യെസ്, നോ, നോ. പലർക്കും അതില്ല, പലർക്കും ഉണ്ട്. എന്റെ ചോദ്യം ഇത്രയാണ്, യെസ് എന്ന് പറഞ്ഞവരോട് നിങ്ങളുടെ വെബ്സൈറ്റിലോ നിങ്ങളുടെ എവിടെയെങ്കിലും പേപ്പറിലോ എഴുതി വെച്ചതാണോ വിഷൻ, അതോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടോ? അതിൽ തന്നെ ഉറച്ചാണോ പോകുന്നത്? നോ പറഞ്ഞവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടൊരു വിഷൻ ഉണ്ടാക്കാൻ സാധിക്കാത്തത്? നിങ്ങൾ ബോർഡ് വെക്കാത്തൊരു ബസ്സിൽ നിങ്ങൾ കയറാറുണ്ടോ? നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ബസ്സിൽ കാത്തു നിൽക്കുന്ന സമയത്ത് ബോർഡ് വെക്കാത്തൊരു ബസ് വരുന്നു, കയറാറുണ്ടോ? അങ്ങനെ കയറാത്ത നമ്മൾ, അതായത് ഒരു ബസ്സിൽ പോലും കയറാൻ നമ്മൾ റിസ്ക് എടുക്കാത്ത നമ്മള് നമ്മുടെ കയ്യിലെ കാശ് മുടക്കി, നമ്മുടെ കയ്യിലെ സമയം മുടക്കിയിട്ട് ഒരു ബോർഡ് വെക്കാത്ത ബസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ കയറി യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. വിഷനും മിഷനും ഇല്ലാത്ത, അതിലെവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ള പ്ലാൻ ഇല്ലാത്ത ആളുകൾ. സോ ഒരു സിഇഒന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട സംഭവം എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് വിഷൻ വേണം, മിഷൻ വേണം, അത് പ്ലാൻ ചെയ്യണം, ഇത് ഉണ്ടാക്കണം. സോ ബിഫോർ യു സ്റ്റാർട്ട് എ ബിസിനസ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്തിന് നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങണം, ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമർ ആരൊക്കെയാണ്, ഈ കസ്റ്റമർ, എത്ര കസ്റ്റമർ എന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ ചാൻസ് ഉണ്ട്, എത്ര രൂപയ്ക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പ്ലാൻ ആണ്. പ്ലാൻ. വിഷൻ ഉണ്ടാവണം, മിഷൻ ഉണ്ടാവണം. ഈ മാതിരിയുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാവൂ. അഥവാ നിങ്ങൾക്കതില്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, വിഷൻ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാക്കണമെന്നായിരിക്കരുത്. അതല്ല വിഷൻ. ഇഫ് യു ചേസ് മണി, യു വിൽ നോട്ട് റീച്ച് ടു ദാറ്റ്. യു ചേസ് യുവർ ഡ്രീം ഓർ ചേസ് യുവർ ഗോൾ. ആ ഗോൾ എന്തായിരിക്കണം? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1000 ബിസിനസ്സുകാരെ ഈ വർഷം എനിക്ക് കൺസൾട്ടേഷൻ കൊടുക്കാൻ സാധിക്കണം, അവരുടെ ബിസിനസ് നന്നാവാൻ സാധിക്കണം. അത് ഈ വർഷത്തെ. 1 ലക്ഷം ബിസിനസ്സുകാർക്ക് ഗ്രോത്ത് കാറ്റലിസ്റ്റ് ഇന്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന എന്റെ കമ്പനി, ഈ കമ്പനിയിലൂടെ 1 ലക്ഷം വരുന്ന ബിസിനസ്സുകാരെ അവരുടെ ബിസിനസിന്റെ ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് ചെറുകിട, വൻകിട, ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ആളുകളായിക്കോട്ടെ, അവരെ എത്തിക്കുക. 1 ലക്ഷം രൂപ, 1 ലക്ഷം ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ വിഷൻ. ഇനി അതിന്റെ മിഷൻ എന്താണ്? ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും എനിക്ക് കാശ് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്കറിയാം, ചില പാവങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ പണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, കൃത്യമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു. എനിക്ക് ബിസിനസ് ബഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു കൺസൾട്ടേറ്റീവ് പ്രോഗ്രാമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൺസൾട്ടേറ്റീവ് പ്രോഗ്രാം
ഞാൻ കേരളത്തിലല്ല, എന്നാൽ കൂടി മലയാളികൾക്ക് ആദ്യമായിട്ടാണ് ഒരു കൺസൾട്ടേറ്റീവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൺസൾട്ടിംഗ് പ്രോഗ്രാം അല്ല, കൺസൾട്ടേറ്റീവ് പ്രോഗ്രാം. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞത്? കൺസൾട്ടേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആവുകയാണ്. ഇപ്പൊ ജുഹൈന എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരിയാണ്. ജുഹൈനയുടെ ബിസിനസിന്റെ ഒപ്പം നിന്ന് എന്റെ എക്സ്പേർട്ട്നെസ് ഉപയോഗിച്ചുകൊണ്ട് ജുഹൈന വരുത്തുന്ന മിസ്റ്റേക്കുകൾ, ജുഹൈനയ്ക്ക് വേണ്ട കാര്യങ്ങൾ, പ്ലാനുകൾ, വിഷനുകൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ബിസിനസിനെ വളർത്തുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രോഡക്റ്റ് ബിസിനസ് ബഡി. പക്ഷെ എനിക്ക് നിബന്ധന ഉണ്ട്. എന്താ? 1 കോടി രൂപ ബിസിനസ് മിനിമം പ്ലാൻ ചെയ്യുന്ന ആളുകളെ മാത്രമേ ഞാൻ ടച്ച് ചെയ്യുള്ളൂ. അതിന് താഴെയുള്ളവർക്ക് ബിസിനസ് ബഡിയുടെ ഭാഗമാവാൻ പറ്റില്ല. യു മസ്റ്റ് ഹാവ് എ പ്ലാൻ ടു അച്ചീവ് 1 crore ബിസിനസ് ദ മിനിമം. എന്നാൽ ഈ 1 കോടിക്ക് താഴെയുള്ള ആളുകൾ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി രാവിലെ 6 AM 6 മണിക്ക് എനിക്ക് ട്രെയിനിങ് ഉണ്ട്. എന്താ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത്? 1 കോടി പെർ മന്ത് അല്ല, 1 കോടി പെർ ഇയർ. പെർ മന്ത് അല്ല, 1 കോടി പെർ. ഓക്കെ, ഈ 1 കോടിക്ക് താഴെ ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ 6 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. 6 AM മോർണിംഗ് ക്ലാസ് ഉണ്ട്. 6 AM ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ് ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അവിടെ ഇരുന്ന് ബിസിനസ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് പഠിച്ച് സ്വയമേവ പ്ലാനുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ ചിന്തിക്കുകയും വർക്ക്ഔട്ട് ചെയ്യുകയും വേണം. ഇടയ്ക്ക് എന്റെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. ഇനി വളരെ മോശപ്പെട്ട് നിൽക്കുന്ന ബിസിനസ്സുകാരായ ആളുകൾക്കാണെങ്കിൽ, വളരെ മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ താഴെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ മാസത്തിലോ 2 മാസമോ കൂടുമ്പോൾ പബ്ലിക് പ്രോഗ്രാമുകൾ വെക്കാറുണ്ട്. എന്താണ്? ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെ, സെയിൽസ് എങ്ങനെ കൂട്ടാം, മോർ സെയിൽസ് മോർ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസുകൾ വെക്കും. നമുക്ക് ജൂലൈയിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ ഇത്രയൊക്കെ വരുന്നു. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെ പഠിക്കും. ഇനി ഇതൊന്നും എടുക്കാൻ കയ്യില്ലാതെ കാശില്ലാത്ത, ഞാൻ പാവമാണ് സാറേ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇതുപോലെ 21 ദിവസം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ്ബിന്റെ ഇടയ്ക്കുള്ള ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അവർക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം 1000 പേർക്ക് ഈ വർഷം ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കണം. 1 ലക്ഷം പേർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 2030 വിഷൻ 2030 എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം പേർക്ക് എനിക്ക് കൺസൾട്ടേഷൻ കൊടുക്കാൻ സാധിക്കണം. അതിനുള്ള ലെവൽ അത് ഞാൻ കൊടുക്കണമെന്നില്ല, എന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, എന്റെ കമ്പനി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ കമ്പനിയുടെ വിഷൻ. പോയിന്റ് മനസ്സിലായെങ്കിൽ? ഇപ്പൊ ഞാൻ എന്റെ വിഷൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത് വിഷൻ എന്ന് പറയുന്നത്. ടാർഗറ്റ്, ലക്ഷങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടാണ്. മനസ്സിലായോ? ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ സാധാരണ 10 മണിക്ക് ഞാൻ ഉറങ്ങും സാർ എന്ന് പറയുന്നവരോട് ഒറ്റ വാക്കുള്ളൂ. ഒരു അരമണിക്കൂർ സമയമെങ്കിലും അഡീഷണൽ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകും. ഒപ്പം ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് എത്തുക എന്നുള്ളതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. ഫ്രീ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നു, ചെറിയ പ്രോഗ്രാം കൊടുക്കുന്നു, 1 ഇയറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നു, ബിസിനസ് ബഡി പ്രോഗ്രാംസ് കൊടുക്കുന്നു, ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൊടുക്കുന്നു എന്നുള്ളത് ഇതെന്റെ മിഷനാണ്. മിഷൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. അതിപ്പോ ചെയ്യുന്നതാണ്. അതിങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അതാണ് മിഷൻ. ഇതും വിഷനും മിഷനും നിങ്ങൾ ഇന്ന് രാത്രി ഉണ്ടാക്കുക. പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ആ പ്ലാന് നിങ്ങൾക്ക് മന്ത്ലി വൈസ് ആവാം, ഡെയിലി വൈസ്, മന്ത്ലി വൈസ്. ഇപ്പൊ സാധാരണ ബിസിനസ് ബഡിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ആദ്യം 5 വർഷത്തെ വിഷൻ പ്ലാൻ ഉണ്ടാക്കും. 2030 വരെയുള്ള ഒരു വിഷൻ ഉണ്ടാക്കും. അവർക്ക് ഏത് ടാർഗറ്റിലേക്ക് എത്തണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കും. ഒരു സിഇഒനെ എന്റെ ബിസിനസ് ബഡിയാക്കി മാറ്റുകയും, എന്റെ ബഡി പറഞ്ഞ സുഹൃത്താക്കി മാറ്റുകയും അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും അത് എക്സ്പേർട്ട്നെസ് ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഫെയിലർ ആകുന്നു, അല്ലെ? അപ്പൊ ഇവിടെ ചിലരിക്കുന്നവരെയും സാറേ എനിക്ക് 1 കോടിയൊന്നുമില്ല, 10 ലക്ഷം വന്നാ വന്നു, 50 ലക്ഷം വന്നാ വന്നു. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് പഠിക്കുകയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും.
നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഡയപ്പറെ നിങ്ങൾ വാങ്ങിക്കൊടുക്കും അല്ലെ? ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അല്ലെ? അതിനു വേണ്ടി എന്തോരം ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്, ആണോ? ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് ചിലപ്പോ ജനിച്ച് വളർന്ന് വലുതായി കാശ് ഇങ്ങനെ മേടിച്ച് 20 22 വയസ്സും കഴിഞ്ഞാലാണ് ഒരു ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ നമുക്ക് വല്ല റിട്ടേൺസും കിട്ടുക. എന്നാൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺസ് തരും. അപ്പൊ ഒരു കുഞ്ഞിനെ നോക്കുന്ന അതേ സീരിയസ്നെസ്സോടെ അതേ ഇൻവെസ്റ്റ്മെന്റ് പോലെ കണ്ട് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോ അനീനയൊക്കെ ഇവിടെ കംഫർട്ട് കോച്ചാണ്. അനീനയൊക്കെ അതിന്റെ കോച്ചിങ് ചെയ്യുന്ന ആളാണ്. എന്താ, ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും കുഞ്ഞിനെ എങ്ങനെയാ നോക്കണ്ടേ കേട്ടോ, കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്, കുഞ്ഞിനെ എന്താ പറയുക വൈകുന്നേരം ഇത്ര നേരം കുളിപ്പിക്കണം, ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് പാരന്റിങ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൊഫഷണൽ പാരന്റിങ് ഉണ്ട്. അത് ഒരു അമ്മ അറിഞ്ഞിരിക്കണം. പ്രൊഫഷണൽ പാരന്റിങ് എന്താ, എങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത്. അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആസ് എ സിഇഒ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്ത് ബിസിനസ് എങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യണം. നിർബന്ധമായിട്ട്. ഇത് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് എഴുതി വെക്കാൻ പോലും തയ്യാറാവാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. എല്ലാം ഭാഗ്യത്തിന്റെ പുറത്താണ്. ഒരാള് കസ്റ്റമർ വന്ന് ആ കസ്റ്റമർ സാധനം വാങ്ങുന്നത് ഭാഗ്യത്തിന്റെ പുറത്തല്ല, അവനവന്റെ സെയിൽസ് ടീമിന്റെ പുറത്തല്ല. ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് കസ്റ്റമറാ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ. അവനാ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വിജയിക്കണോ വിജയിക്കണ്ടേ. ഒരു കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. പലർക്കും ഇല്ല. അപ്പുറത്തെ വീട്ടിലുള്ളവൻ തുടങ്ങി, ഞാനും തുടങ്ങി. ഇപ്പുറത്തെ വീട്ടിലുള്ളവൻ തുടങ്ങി, ഞാനും തുടങ്ങി. ചപ്പാത്തി കമ്പനികൾ ഇപ്പൊ മലപ്പുറം സൈഡ് മലബാർ സൈഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തറിയോ, ചായക്കടകളാണ്. ഇല്ലേ സൈദിക്ക, നിങ്ങൾ പൊന്നാനി ഏരിയയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഒരു ചായക്കട തുടങ്ങിയിട്ട് ആ ചായക്കടക്കാരൻ എങ്ങനെയാണ് അതിന്റെ വൈബൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ചായ തന്നെ നല്ല ചായ ഉണ്ടാവും, മസാല ചായ ഉണ്ടാവും, കട്ടൻ ചായ ഉണ്ടാവും, ലെമൺ ചായ ഉണ്ടാവും, ലെമൺ ഹണി ഉണ്ടാവും. ഇതൊരു 10 ടൈപ്പ് ഐറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ ചായ വെക്കും. അത്യാവശ്യം നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോ മലബാറിന്റെ വടക്കേ മലബാറിന്റെ പലഹാരങ്ങളായിരിക്കും, തെക്കേ മലബാറിന്റെ ആയിരിക്കും, വാട്ടവർദ്ധ തെങ്ങും തിങ്സ് പഴംപൊരി ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവൻ അത്യാവശ്യം ആള് കൂടുന്ന മീൻസ് ബിസിനസ് ഒക്കെ കൂടി അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയാൽ ഒരു 2 ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ അല്ല അബൂബക്കർ ആണെങ്കിൽ അവിടെ അല്ല ബഷീർ, ഒരു എന്തെങ്കിലും ഒരു പേര് ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ഇവന്റെ മറ്റേ ഇത് കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്, കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നത്, അവരും കറുത്ത പെയിന്റ്, അവൻ ഇവിടെ മറ്റേ LED ബൾബ് വെച്ചിട്ട് അവനും LED ബൾബ്, സെയിം സാധനം. ഓപ്പോസിറ്റും തുടങ്ങും. അവന്റെ കച്ചവടം ഇവന്റെ കച്ചവടം ഇല്ലാണ്ടാവും. ആൾക്കാർ കസ്റ്റമർ വരാതെയും. ഓ ഇവന് കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. എത്ര ചപ്പാത്തി കമ്പനികൾ കൂട്ടിപ്പോയെന്നറിയാം, എത്ര ടർഫുകൾ കൂട്ടിപ്പോയെന്നറിയാം, എത്ര ചായക്കടകൾ. ഇപ്പൊ മലബാറില് ചെറുപ്പക്കാർ മുഴുവൻ ഇതാണ്. ഇനി അടുത്ത പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അത് അടുത്ത പണി കിട്ടാൻ പോകുന്നത് എന്തറിയോ, ടെക്സ്റ്റൈൽസുകൾ. സ്റ്റുഡിയോന് കച്ചവടം ഉണ്ട്. 199 മുതൽ 999 വരെയുള്ള ഡ്രസ്സുകൾ ഇട്ട് സ്റ്റുഡിയോന് കച്ചവടം ഉണ്ട് എന്ന് നമ്മളും തുടങ്ങാം. സ്റ്റുഡിയോന്റെ പോലെ തന്നെ കച്ചവടം 199 രൂപ 200. അതേപോലെ ഗ്ലാസ്. ഞാൻ ആ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ബൈപ്പാസിൽ, ഇവിടെ പെരിന്തൽമണ്ണക്കാരെല്ലാം നോക്കി, പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഞാൻ പോയി. സ്റ്റുഡിയോ എന്ന് പേരില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ഷോപ്പുകൾ ഒരു 10 എണ്ണം ഉണ്ട് ആ ബൈപ്പാസിൽ മാത്രം. ബൈപ്പാസ് എത്ര ഉണ്ട്, ഒരു ഫസ്റ്റ് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും. അതിൽ മുഴുവൻ ഇതാണ്. എന്താ സംഭവിക്കുക, നത്തിങ് വിൽ ഹാപ്പൻ. കച്ചവടം നടക്കില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പർപ്പസ് വേണം, ഒരു വിഷൻ വേണം, ഒരു മിഷൻ വേണം. ഞാനിത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തുടങ്ങി പൊട്ടിപ്പോകുന്നതിന് കാരണം ഇങ്ങനെ പ്ലാൻ ഇല്ലാണ്ട് തുടങ്ങിയത് കൊണ്ടാണ്. ചിപ്സ് വിറ്റാൽ എത്ര രൂപ ഉണ്ടാക്കാം? ചിപ്സ് 100 കോടി ഉണ്ടാക്കാം എന്നുള്ളത് കൊല്ലംകാരി ഒരു വീട്ടമ്മ. ബനാന ചിപ്സ് നമ്മുടെ
തനത് കേരള വിഭവമാണല്ലോ ബനാന ചിപ്സ്. ബനാന ചിപ്സ് മാത്രം വിറ്റിട്ട് 100 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കും. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് വടക്കഞ്ചേരി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപാട് ചിപ്സ് കളകൾ കാണും. ഇവരാരെങ്കിലും 1 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ടോ? 1 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ടോ കച്ചവടം? ഉണ്ടാവില്ല. എന്താ കാരണം? അവൻ തൊട്ടടുത്ത കട എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടങ്ങി. ഒരു ചായക്കട, ആ ചായക്കടയുടെ മുന്നിൽ ഇങ്ങനെ ചിപ്സ് വറക്കുന്നുണ്ടായിരിക്കും. ആ ഡിഫറൻറ്റ് ചിപ്സുകൾ, അതായത് മധുരമുള്ള ചിപ്സ്, മധുരമില്ലാത്ത ചിപ്സ്, കുറച്ച് ടൈപ്സ് മറ്റേ ബിസ്ക്കറ്റുകൾ, മുകളിൽ മുഴുവനെ വെളിച്ചെണ്ണ, മഞ്ഞ കളറിൽ ബോട്ടിൽ വെച്ച വെളിച്ചെണ്ണ. ആ റൂട്ട് പോയാൽ ആൾക്ക് മനസ്സിലാവും, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന റൂട്ട് അല്ലേ? എന്തിനാ തുടങ്ങിയ? ഏതോ ഒരുത്തൻ തുടങ്ങിയപ്പോ അവന് നല്ല കച്ചവടം ഉണ്ട്. അപ്പൊ നാട്ടിലത്തെ എല്ലാവരും കുറച്ച് കാശിട്ടിട്ട് ഈ പരിപാടി തുടങ്ങി. എന്നിട്ട് പോകുന്ന കസ്റ്റമറെ വായോ 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 പറഞ്ഞ് വിളിക്കുകയാണ്. കസ്റ്റമർക്ക് അറിയാം എവിടെയാ നല്ല ചിപ്സ് കിട്ടുകയെന്ന്. അവൻ അവിടെ കയറും, വാങ്ങിപ്പോകും. മറ്റവനെല്ലാം ശശി. ബിസിനസ്സുകൾ പൊട്ടുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫെയിലേഴ്സിനുള്ള കാരണങ്ങൾ കുറേ കാരണങ്ങളുണ്ട്. അതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന 3 കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആവും, ഉറപ്പ്. യു മസ്റ്റ് ഹാവ്. ഇനിയിപ്പോ തുടങ്ങിപ്പോയി സാറേ 2 വർഷമായി, എന്ത് ചെയ്യും? ഇപ്പൊ വേഗം ആയിക്കോട്ടെ, ചെയ്തോ. സിഇഒസില് വ്യത്യസ്തമായ തരത്തിലുള്ള സിഇഒസ് ഉണ്ട്. എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള സിഇഒസ്? 4 തരത്തിലുള്ള ഓണർമാരുണ്ട്, 4 തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ടെന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ആളുടെ പേര് ടെക്നീഷ്യൻ. രണ്ടാമത്തെ ആളുടെ പേര് മാനേജർ. 3-ാമത്തെ ആളുടെ പേര് ഓണർ. 4-ാമത്തെ ആളുടെ പേര് ഇൻവെസ്റ്റർ. അപ്പൊ ഇത് പേരെന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താണ് ഈ ടെക്നീഷ്യൻ? ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ക്യാപ്റ്റൻ രാജു, CID മൂസയിലെ ക്യാപ്റ്റൻ രാജു. ഞാൻ തന്നെ ചായക്ക് വെള്ളം വെക്കും, ഞാൻ തന്നെ ചായ ഉണ്ടാക്കും, ഞാൻ തന്നെ ചായ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ തന്നെ ചായയുടെ പാത്രം കഴുകി വെക്കും, ഞാൻ തന്നെ അതിന്റെ ബെനിഫിറ്റ് എല്ലാം പറ്റും. ഇതാണ് ടെക്നീഷ്യൻ. ഇവിടെ ഇരിക്കുന്ന 80% ആളുകൾ, 60% ആളുകൾ അങ്ങനെയാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ തന്നെ അത് കൊണ്ട് വിൽക്കുന്നു, ഞാൻ തന്നെ അത് പൈസ മേടിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. വേറെ ആരും എന്റെ സംഭവത്തിലില്ല. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ട്രെയിനർ. അപ്പൊ ഞാൻ തന്നെ ലൈറ്റും ക്യാമറയും എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യും, ഞാൻ തന്നെ മാർക്കറ്റിംഗ് നടത്തും, ഞാൻ തന്നെ ആളുകളെ വിളിക്കും, സംസാരിക്കും, അങ്ങനെ ചെയ്യും. ടെക്നീഷ്യൻ. ഞാൻ എന്റെ തല ഞാൻ മനസ്സിലായോ? ഇതാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്. പറഞ്ഞോ. അപ്പോ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മാനേജർ ടൈപ്പാണ്. എന്താ മാനേജർ? ഒരു 2-3 പേരുടെ ടീം ഉണ്ടാവും. നമ്മുടെ അനിയനൊക്കെ അങ്ങനെ മാനേജർ ടൈപ്പിലാണ് നിൽക്കുന്നത്. 2-3 പേരുടെ ടീം ഉണ്ടാവും. അവരെ കൊണ്ട് ബിസിനസ് നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നിട്ട് പണിയെടുക്കുന്നത് മുഴുവൻ അനീന, ശമ്പളം എടുക്കുന്നത് മുഴുവൻ. അവനോ പണിയെടുത്തിട്ട് നമ്മൾ തന്നെ ആയിരിക്കും സെയിൽസ്, നമ്മൾ തന്നെ ആയിരിക്കും പ്രൊഡക്ഷൻ. പക്ഷെ ഇവരൊപ്പം മറ്റേ ജയദത്ത് സിനിമയിൽ ജഗതി കാണിക്കുന്നത് പോലെ മറ്റേ ഇങ്ങനെ കാണിക്കുക മാത്രമേ ഉള്ളൂ. അവരെ മാനേജർ ടൈപ്പ് ബിസിനസ്സുകാരെന്ന് വിളിക്കാം നമുക്ക്. മാനേജർ ടൈപ്പ്. അവൻ മാനേജ് ചെയ്യും. എന്തിനെ? ആളുകളെ മാനേജ് ചെയ്യും, ബിസിനസ്സിനെ മാനേജ് ചെയ്യും. അവൻ തന്നെ ചെയ്യും, അവൻ തന്നെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടം നടത്തുന്ന, ബിസിനസ് നടത്തുന്ന കുറച്ച് പേരെ എനിക്കറിയാം. ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ടെൻഷൻ. ഓക്കെ. 3-ാമത്തെ ടൈപ്പ് ഓണർമാരാണ്. ഓണർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടാവും. സെയിൽസ് എങ്ങനെ നടക്കണം, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവണം, ആ പ്രൊഡക്റ്റ് ഉണ്ടായി വരാൻ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ എന്ത് ചെയ്യണം, വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാശ് മേടിക്കേണ്ടത്. ഇതൊക്കെ ഓണർ സ്റ്റൈലാണ്. ഈ നേരത്തെ പറഞ്ഞ മാനേജർ സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകളുടെ OYOC എന്ന് പറയുന്ന കമ്പനിക്ക് പണി കിട്ടിയത്. കാരണം
പുള്ളിക്കാരി അവിടുന്ന് മാറി. അവർക്കൊരു സിസ്റ്റം ഇല്ല. കാശ് മേടിക്കുന്നതിനോ പ്രൊഡക്റ്റ് കൊടുക്കുന്നതോ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിനോ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? മറ്റൊരു ടീം കാശും കൊണ്ട് പോയി. മാനേജർ ആയതുകൊണ്ടാണ്. എന്നാൽ ഓണർ ടൈപ്പ് ആയിരുന്നെങ്കിൽ, ഒരു ബിസിനസ് നടത്തുന്ന ഓണർ മോഡൽ ആയിരുന്നെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായേനെ, അതിനെ മാനേജ് ചെയ്യാൻ സാധിച്ചേനെ, സെയിൽസ് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടിയേനെ, അതാത് ദിവസം നടക്കുന്ന സെയിൽസിന്റെ റിപ്പോർട്ട്, കളക്ഷൻ, കാശിന്റെ എല്ലാ റിപ്പോർട്ടും അതാത് ദിവസം ഈ ഓണറുടെ കയ്യിലേക്ക് വന്നേനെ. ഓണർ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും, കാര്യങ്ങൾ നടക്കും, ബിസിനസ് വരും, ഡെയിലി റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും, പക്കയായിരിക്കും, നടക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ 80% വരുന്ന ആളുകൾ, ബിസിനസ്സുകാർ, ഒന്നില്ലെങ്കിൽ ടെക്നീഷ്യൻ മോഡലോ മാനേജർ മോഡലോ ആണ്. ഇവിടെ എത്ര പേര്, നാലാമത്തോട് പറഞ്ഞുതരാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നാലാമത്തത് ഇൻവെസ്റ്റർ മോഡൽ. അവൻ ഒരിക്കലും ബിസിനസ്സിൽ ഇടപെടുകയില്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും ഇല്ല. അവൻ കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ കാശ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് പുറത്തുനിന്ന് നോക്കിക്കാണും എന്താണ് അവിടെ നടക്കുന്നത്. അവിടെ കിട്ടുന്ന ലാഭം അവൻ എടുക്കും. അവൻ അങ്ങനത്തെ 3-4-5 കമ്പനിയിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പൈസ കൊണ്ട് ഇവൻ സുന്ദരമായിട്ട് ജീവിക്കും. എന്താ പരിപാടി? ബിസിനസ്സാണ്. പക്ഷെ റീസൺ ഇൻവെസ്റ്റർ. അപ്പൊ എന്റെ ചോദ്യം ഇത്രയാണ്, ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് ടെക്നീഷ്യൻ ഉണ്ട്, എത്ര പേര് മാനേജർ ഉണ്ട്, എത്ര പേര് ഓണർ ഉണ്ട്, എത്ര പേര് ഇൻവെസ്റ്റർ ഉണ്ട്? ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ എ ഇട്ടോളൂ, മാനേജർ ആണെങ്കിൽ ബി ഇട്ടോളൂ, ഓണർ ആണെങ്കിൽ സി ഇടൂ, ഇൻവെസ്റ്റർ ആണെങ്കിൽ ഡി ഇടൂ. ഒന്ന് ചാറ്റിലേക്ക് വന്നേ. ബി, ബി, യെസ്, ബി, എ, ബി ആൻഡ് ഡിയോ? ആഹാ, അതാ 2 ബിസിനസ് ഉണ്ടോ ബി ആൻഡ് ഡി? അതുകൊണ്ടായിരിക്കും. എ, സി, ബി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായിരിക്കാം. മറുപടി എ, എ. അയ്യോ, അത് അയ്യേ ഞാൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ? എ ആയിരിക്കും. അത് ഇൻവെസ്റ്റർ ഐ ആണോ? എന്താണ് ബി? ഇത് അവനവനെ തിരിച്ചറിയാനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചതാട്ടോ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ, ഒരു സിഇഒ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. എങ്ങനെ ഇരിക്കാനാ? ഇനി ഇതൊക്കെ പോട്ടെ, വിട്, ഈ ഒക്കെ വിട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ചോദ്യം ചോദിച്ചിട്ട് ഞാൻ കൊല്ലും. നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് ഓണറായിട്ട് ഇരിക്കാൻ, സോറി, ഏത് ടൈപ്പ് ബിസിനസ്സുകാരനായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം? എ, ബി, സി, ഡി. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇരിക്കാനാണ് ആഗ്രഹം? അതുകൂടി നിർത്തേ. അതെന്താ ആർക്കും എ എന്ന് എഴുതാത്ത എന്താ? എല്ലാവരും സി അല്ലെങ്കിൽ ഡി ആണല്ലോ എഴുതിയിരിക്കുന്നത്. അതെന്താ? നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലേ? നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ ബിസിനസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? അതെന്താ ചെയ്യാത്തത്? എല്ലാവരും സിയും ഡിയാ. ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നോ നമ്മൾക്ക് ആവശ്യമുള്ളത് വേറൊന്നും അല്ല, നമ്മൾ നടക്കുന്നത് വേറൊന്നും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഡി ടൈപ്പ് ബിസിനസ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്കെയിലപ്പ് ഈസ് നോട്ട് പോസിബിൾ. അതൊക്കെ വെറുതെ തോന്നുന്ന സൂരജ്, വെറുതെ തോന്നുന്ന സൂരജ്. നമുക്ക് സ്കെയിലപ്പ് ഒക്കെ ഏതറ്റം വരെ എത്തിക്കാം. ഏതൊക്കെ ഇന്ത്യൻ അല്ല ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെ മലകളുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് എ ടൈപ്പിൽ നിന്നുകൊണ്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ, ഞാൻ സോറി. വളരെ സിമ്പിൾ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള വിഷൻ, മിഷൻ, പ്ലാൻ. ഏത് ടൈപ്പ് ബിസിനസ് ആണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, അതിനുള്ള സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്. സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്. എന്താണ് സ്ട്രാറ്റജീസ്? സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോങ് ടേം ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന തന്ത്രത്തിനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുക. നമ്മുടെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോങ് ടേം ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഇതിനെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. എന്നാൽ ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി വന്നാൽ,
ആ തന്ത്രത്തിനെ നമ്മൾ ടാക്ടിക്സ് എന്ന് പറയും. നമ്മുടെ ടാക്ടിക്സ്, നമ്മുടെ സ്ട്രാറ്റജീസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഒരു സിഇഒ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊന്നാണ്. സ്ട്രാറ്റജീസ്, ടാക്ടിക്സ് അക്കോർഡിംഗ് ടു ഹിസ് വിഷൻ. പോയിന്റ് കിട്ടുന്നുണ്ടാ? അക്കോർഡിംഗ് ടു ഹിസ് വിഷൻ. ഇതിൽ പലരും, ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ആദ്യത്തെ ഒരു 3-4 ക്ലാസ് വളരെ സീരിയസ് ആട്ടോ. ഇനി വൺസ് നമ്മുടെ മാർക്കറ്റിംഗിലേക്ക്, സെയിൽസിലേക്ക് കടന്നാൽ ഭയങ്കര രസമായിരിക്കും. ഇല്ലേ സൈദിക്കാനൊക്കെ അറിയാം. സെയിൽസും മാർക്കറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. കാരണം നമുക്കത് ചെയ്യാൻ, നമുക്ക് ഈ ഭയങ്കര ആക്രാന്താണ്. എന്തിനറിയോ? ഇതൊക്കെ സാറേ എനിക്കറിയാം, എനിക്കിങ്ങനെ അതിങ്ങനെ ചെയ്തിട്ടേ കച്ചവടങ്ങൾ ചെയ്യാനുള്ള സെയിൽസ് ടെക്നിക്ക്, ക്ലോസിംഗ് പഠിപ്പിച്ച ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ പലരും. സെയിൽസ് ക്ലോസിംഗ് ഒക്കെ ആവണമെങ്കിൽ 10-20 ദിവസം പഠിപ്പിക്കാൻ, ഒരു സംശയമില്ല. 20 ദിവസം പഠിപ്പിക്കാം. ഇത് നമ്മളിപ്പോ തുടക്കത്തിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ 3-4 ദിവസം സംസാരിക്കും. അപ്പൊ അതിലെ സിഇഒ എന്ന് പറയുന്ന നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അതിന്റെ പ്ലാനുകളെ, എക്സിക്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, 4 ടൈപ്പ് ബിസിനസ്സുകാരുണ്ട്. അതിൽ 4 ടൈപ്പിൽ നമ്മൾ ഏതാവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിനുള്ള സ്ട്രാറ്റജീസ്, അതിനുള്ള ടാക്ടിക്സ് എടുക്കുന്നവനാണ് സിഇഒ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്ന് പറയും. എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ടോ? നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടോ? വിഷൻ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടോ? ഉണ്ടാക്കിയവരുണ്ടോ? ഒന്ന് പറഞ്ഞ് സംസാരിച്ചേ. കമോൺ, വരട്ടെ. ഒരു പോയിന്റ് കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്, അത് പറയാം നമുക്ക്. അത് പറയുന്നതിന് മുന്നേ വരട്ടെ. എന്താണ് ടാക്ടിക്സ്? TACTICS, ടാക്ടിക്സ്. ഓക്കെ, യെസ്. ഉണ്ണി കുട്ടി പറയൂ, എന്തോ അൺമ്യൂട്ട് ചെയ്തിരുന്നു. സാർ, ഞാൻ 3 റേഞ്ചിൽ ചെറുതായിട്ടൊന്ന് പോയി. എനിക്ക് ഇതില് ടെക്നീഷ്യൻ 4-ാമത്തെ ആൾ ഇൻവെസ്റ്റർ. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വേറെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. അതാണ് ഇപ്പൊ പല കമ്പനികളിലും വലിയ വലിയ ബിസിനസ്സുകാർ, സ്റ്റാർട്ടപ്പുകളെ പോലുള്ള കമ്പനികൾ എടുത്തിട്ട് നല്ല സ്ട്രാറ്റജീസ് ഉള്ള വിഷനൊക്കെ ഉള്ള കമ്പനികളിൽ അവർ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ശരി. കമറുദ്ദീൻ ചോദിച്ചിരിക്കുന്ന വിഷൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ശരി, ആരോ ചോദിക്കും, പറയും, ഞാൻ വരാം. ആരാ വിളിച്ചേ? സർ, ഞാൻ തന്നെ വിളിച്ച്. പിന്നെ ഒരു കമ്പനിയുടെ പ്ലാൻ ആണ് ഒരു 10 വർഷം കൊണ്ട് 100 കോടീശ്വരന്മാരെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ. അതിനെ വിഷൻ എന്നാണോ മിഷൻ എന്നാണോ പറയുക? വിഷൻ. മറ്റത് മിഷൻ. ആ ഒരു 100 കോടീശ്വരന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മിഷൻ. അത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചെയ്യുന്നത് തീരുമാനിക്കുന്നതാണ് പ്ലാൻ. ഇപ്പൊ കമറുദ്ദീൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി തീരണം, നിങ്ങൾ എവിടെ വരെ എത്തണം, എന്താവണം എന്ന് തീരുമാനിക്കുന്നതാണ് വിഷൻ. 100 കോടീശ്വരന്മാരെ ഉണ്ടാക്കണം എന്നുള്ളത് വിഷനായിരിക്കാം. ഇപ്പൊ അനീനയൊക്കെ സംബന്ധിച്ചിടത്തോളം 1000 പേരെ ഇന്ത്യയിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വിടണം എന്നുള്ളത് എന്താണ്? ഒരു വിഷനാണ്. ചില ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡയറക്ട് മാർക്കറ്റിംഗിൽ ആരാളോ അവരൊക്കെ പറഞ്ഞാൽ ഹെൽത്തിനോട് ബന്ധപ്പെട്ട ആളുകൾ എത്ര ആളുകളെ മുക്തമാക്കണം, എന്തെന്ന് ഹെൽത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കണം. ഇപ്പൊ മനോജേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. മനോജേട്ടന്റെ ചക്കപ്പൊടി ഇപ്പോഴും മനോജേട്ട ചക്കപ്പൊടി കുറെ ദിവസമായി ഞാൻ പറഞ്ഞിട്ട്, നിങ്ങളെ കാണാറില്ല. ഞാൻ ഉണ്ട്. ചക്ക എങ്ങനെ തവണ നന്നായിട്ടുണ്ടോ? കിട്ടിയോ? കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു? കച്ചവടമൊക്കെ നന്നായിട്ടില്ലേ? മനോജേട്ടന്റെ ചക്കപ്പൊടി വിൽക്കുമ്പോൾ മനോജേട്ടൻ വിചാരിക്കേണ്ടത് നാട്ടിലെ ഒരു 50 കിലോ അല്ലെങ്കിൽ 500 കിലോ അല്ലെങ്കിൽ 5000 കിലോ ചക്കപ്പൊടി വിൽക്കണമെന്നല്ല. ചക്കപ്പൊടി വിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചക്കപ്പൊടി
ഷുഗർ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ്. അതായത് ഫൈബർ കൂടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഷുഗർ കുറയ്ക്കാൻ സാധാരണ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന, ഷുഗർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇത്രയും ഒരു 100 ആളെ അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 ആളുകളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്റെ പ്രൊഡക്റ്റ് വളരണം. അത് 500 5000 എത്ര ആയിക്കോട്ടെ, ഒരു ടൈം ലിമിറ്റ് വെക്കണം കേട്ടോ. ഇത്ര സമയം കൊണ്ട്, 1 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്. അതാണ് വിഷൻ. എന്നാൽ മിഷൻ എന്താണ്? ഇത്ര ആളുകളിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇത്ര ചക്ക ഉണ്ടായിരിക്കണം, അതിന് ഇത്ര കിലോ ചക്കപ്പൊടി ഞാൻ കരുതണം, അതിന് എനിക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ, 3 ടീമിനെ വെക്കണം, 3 4 5 ആൾക്കാരെ വെക്കണം, ഇത് ഞാൻ ഇങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, ഇത് സെല് ചെയ്തിട്ട് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം, അതിന് പാക്കേജ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചെയ്യുന്നതിനെ അതിനെയാണ് നമ്മൾ മിഷൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിച്ച് എഴുതി വെക്കുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ ഇതൊക്കെ ഒരു നോട്ട് ബുക്കിലോ പേപ്പറിലോ എഴുതി വച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളത് എവിടെയെങ്കിലും എഴുതി വെക്കാതെ, നിങ്ങളുടെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളത് എഴുതി വെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്നേരം ഒരു പുസ്തകം കാണിച്ചു തന്നു. ഞാൻ വിഷൻ 2025. ഇതൊരു ബുക്കാണ്, അതൊരു ടൂളാണ്. ഇത് ബേസിക്കലി ഈ ടൂൾ എന്തിനാണെന്ന് അറിയോ? ഈ ടൂളില് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഓരോതാ 2024 എന്താ സംഭവിച്ചത്, 2025 എനിക്ക് എന്ത് വേണം, 2026 നിങ്ങൾ എന്തൊക്കെ 2025 എന്തൊക്കെ അച്ചീവ് ചെയ്യും, ഇങ്ങനെ എഴുതി വെച്ച് വിഷൻ മിഷൻ എല്ലാം എഴുതി വെച്ച് എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇത് നിർബന്ധമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു സിഇഒ ചെയ്യേണ്ട പണിയാണ്. നമ്മൾ വിചാരിക്കുന്ന, പലരും ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, സൈഡായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് ഒരു 10 ആളെ കിട്ടിയിട്ട് രക്ഷപ്പെട്ടിട്ട് ജോലിക്ക് പോണാ നല്ലത് കേട്ടോ. സീരിയസ്ലി. അതാകുമ്പോ അവൻ പ്ലാൻ ചെയ്തോളും, അവന് മിഷൻ ഉണ്ടാവും, അവൻ നിങ്ങളെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോളും, നിങ്ങൾ പണിയെടുക്കും, കുറച്ച് ശമ്പളം മാസം കിട്ടും. ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാതെ, വ്യക്തമായ പ്ലാൻ ഇല്ലാണ്ട്, വിഷൻ ഇല്ലാണ്ട്, മിഷൻ ഇല്ലാണ്ട്, ഒരു കസ്റ്റമർക്ക് ഇത് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഗുണമെന്നറിയാതെ ഒരു കാര്യം. ക്ലാരിറ്റി വന്നോ? ഞാൻ അവസാനം പറയാൻ വെച്ച പോയിന്റ് പറയാറായോ? അതോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പൊ അവസാനത്തെ പറയാൻ വെച്ച പോയിന്റ് പറയല്ലേ? ദാറ്റ്സ് കോൾഡ് ടണൽ വിഷൻ. വെറും വിഷൻ അല്ല, ദാറ്റ്സ് കോൾഡ് ടണൽ വിഷൻ. എന്താണ് ഒരു ടണൽ വിഷൻ? ഒരു സിഇഒന്റെ വിഷൻ എന്ന് പറയുന്നത് ടണൽ വിഷൻ ആവണം എന്നാണ് പറയുന്നത്. ടണൽ എന്താ? വലിയ ദ്വാരം അല്ലെങ്കിൽ വലിയ തുരങ്കം. തുരങ്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കയറിയാൽ പിന്നെ ഒരൊറ്റ ഭാഗത്തെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, ആ എൻജിൻ. അതുപോലെ ആയിരിക്കണം ഒരു ബിസിനസ്സുകാരന്റെ വിഷൻ. അവൻ ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എൻജില് എവിടെയാണോ എക്സാക്ട്ലി പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള വിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമേ ഇറങ്ങാൻ പാടൂ. ഒരു സിഇഒന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ആ സാധനത്തിന്റെ പേരാണ് ടണൽ വിഷൻ. ടണൽ വിഷൻ. ഞാനത് വീണ്ടും എടുത്ത് പറയുന്ന ടണൽ വിഷൻ എന്ന് പറയാ, ഒരു വർഷം ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ മാറാൻ പാടുള്ളൂ. അതല്ലാണ്ട് മാറരുത്. ഏതൊരാൾക്കും ഇവിടെ കഴിവുണ്ട്. ഒരാളും മോശക്കാരനല്ല, ഒരാളും മോശക്കാരനല്ല. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി പറയാനുള്ളത്, സിഇഒക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ്. ഡിസിഷൻ, തീരുമാനമെടുക്കാനുള്ള പവർ ഉണ്ടാണ്. ഞാൻ അത് ചെയ്യുമെന്ന് തീരുമാനിക്കാനും ചെയ്യില്ലെന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണം. തീരുമാനം, ഒരു ആക്ഷൻ എടുക്കുമെന്ന് തീരുമാനിക്കും. നമുക്കൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമുക്ക് അവസാന നിമിഷം നമ്മുടെ ഗ്രൂപ്പിന് വന്നിട്ട് ലിങ്ക് കിട്ടിയില്ല, ഇനി അയക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്? അവര് രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കാണ്, ഇതിന്റെ
ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മെയിലിൽ വരുള്ളൂ എന്ന്. അത് പിന്നെ ചെയ്യാം. പ്രോക്രാസിനേഷൻ അത് പിന്നെ ചെയ്യാം. പണം കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ അടുത്ത് മേടിക്കാനുണ്ടെങ്കിൽ, അത് നാളെ ആവട്ടെ, പിന്നീട് നോക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, പ്രോപ്പറായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലവരും ബിസിനസ്സിൽ പാളിച്ച പറ്റുന്നത്. ഒരു എംപ്ലോയി, ആ എംപ്ലോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പറഞ്ഞു വിടാൻ അത് കുറച്ച് ദിവസം കൂടി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്താ സംഭവിക്കുക? അനീന, എത്ര റുപ്യ കയ്യിൽ നിന്ന് പോവും? അത്രയൊക്കെ പറയാം. തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പോൾ എടുക്കുക തീരുമാനം, പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞു വിടുക. ഈ എടുക്കാനും അങ്ങനെ തന്നെയാണ്. ഒരാളെ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നെഗോഷിയേഷൻ കാര്യങ്ങൾ നടത്തുക. നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ, വേറെ ആളെ കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിട്ടിട്ട് കാര്യമില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് CEO ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. നിർബന്ധമായിട്ടും നിങ്ങൾ ആസ് എ CEO യു മസ്റ്റ് ഹാവ് എ വിഷൻ, മിഷൻ, പ്ലാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് ബിസിനസ് എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കണം. 4 ടൈപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ്, ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ടണൽ വിഷൻ ഉണ്ടാവണം. അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കണം എന്നുള്ളതൊക്കെയാണ് CEO ബ്ലൂ പ്രിന്റിന്റെ ഏറ്റവും പ്രധാന ഘടകങ്ങൾ. നാളെ ഇതിന്റെ കുറച്ച് ബാക്കിയുള്ള കാര്യം കൂടി നാളെ നമ്മൾ സംസാരിക്കും. അതിൽ ഞാൻ ഇക്ബാൽ പറഞ്ഞ കാര്യം നാളത്തേക്ക് മാറിയിട്ടുണ്ട്. ഇക്ബാലെ, പ്രയോറിറ്റി, നോ പറയേണ്ടത് എവിടെയാണെന്നുള്ളതിന്റെ നാളെ നമ്മൾ സംസാരിക്കും. അത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ നാളെ സംസാരിക്കും. പോരെ? കുഴപ്പമില്ലല്ലോ? അതോ നമുക്ക് 1 മണിക്കൂർ കൂടി ക്ലാസ് വെക്കണോ? ഞാൻ റെഡി ആട്ടോ. ഇവിടെ പലർക്കും ഉറക്കം വന്ന് കോട്ട് വായിക്കട്ടെ ഇതൊക്കെ പറയുന്നുണ്ട്. തെറ്റല്ലേ? എങ്ങനെയാ? ടണൽ വിഷൻ എന്ന് പറഞ്ഞില്ല, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല, അതൊന്ന് ക്ലിയർ ആണ്. തീർച്ചയായും നീ കണ്ടിട്ടുണ്ടായിരിക്കും, പല ടണലുകളും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഈ ടണലിൽ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് പുറത്ത് കിടക്കാൻ വേറെ വഴികളില്ല. ഒന്നില്ലെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പിന്നോട്ട് വരിക, അല്ലെ? നമുക്ക് റൈറ്റോ ലെഫ്റ്റോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ബി പ്ലാൻ ഓപ്ഷൻ ഇല്ല, സി പ്ലാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഒരു ബിസിനസ്സുകാരനെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവനൊരു വിഷൻ സെറ്റ് ചെയ്യുന്നു. ഈ വിഷൻ സെറ്റ് ചെയ്യുന്നതിനാണ് അത് ആ എൻജിലാണ് കിടക്കുന്നത്. അപ്പൊ അവന് ടണൽ വിഷൻ ഉള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ പ്രോപ്പറായിട്ട് ആ വിഷൻ അച്ചീവ് ചെയ്യുന്നത് വരെ പോരാടുകയും അത് അച്ചീവ് ചെയ്യുകയും ചെയ്യും. കാരണം അവനെ സംബന്ധിച്ചോളം വേറെ ഓപ്ഷൻസ്, പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻസ് അവൻ എടുക്കുന്നില്ല. അതാണ് ടണൽ വിഷൻ. കുറച്ചുകൂടി ക്ലാരിറ്റി വന്നോ? ഇനി ചോദിക്കും, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മിഷൻ തയ്യാറാക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ, ഇന്നലെ ഫമീന പറഞ്ഞ പോലെ ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ ഇരിക്കാം. നോ പ്രോബ്ലം. ഫ്രീ ആയിട്ട് കിട്ടുന്ന കൺസൾട്ടേഷൻ ആട്ടോ. എന്റെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഒന്നില്ലേ, കുറക്കം വന്നാണ്. നമുക്കൊരു സ്ഥാപനത്തില്, കമറുദ്ദീനാണ്. പറയൂ. നമുക്കൊരു സ്ഥാപനത്തില് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്ലാൻ വരുമ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിനെ അവലോകനം ചെയ്യണം? കാരണം ഒരു പ്രോപ്പറായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടാണല്ലോ അതിന്. ഇപ്പം നമ്മൾ ഇതുവരെ ഓരോ ബിസിനസ്സുകൾ പറഞ്ഞ മാതിരി ടെക്നീഷ്യൻ ബിസിനസ്സും മറ്റുള്ള രീതിയിലുള്ള അതിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് മെല്ലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്കറിയില്ല എന്താണ് ഇപ്പൊ ഒരു ബിസിനസ്സുകാർ ഒരു പ്ലാൻ തരുമ്പോൾ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോപ്പറായിട്ട് നമ്മൾ തീരുമാനം എടുക്കണമല്ലോ. അതിന് നമുക്കൊരു പ്രത്യേക സ്ട്രാറ്റജി വേണമല്ലോ നമ്മളെ കയ്യിൽ. ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. ഓക്കെ, കമറുദ്ദീനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ പ്ലാൻ? യെസ്. ഞാനല്ല ഇൻവെസ്റ്റ് ചെയ്യണത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ് വേറെയുള്ള കമ്പനികളിലാണ്. രണ്ടും ഉണ്ട് ഉള്ളില്. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് 2 ക്വസ്റ്റ്യനും ഉണ്ട് ഉള്ളില്.
ഒന്ന് ആ നമ്മളെ കമ്പനിയിലേക്ക് ചെയ്യണത് അത് അവിടെ വെക്കട്ടെ, അതിപ്പോ ഞാൻ ചിന്തിക്കണില്ല. നമ്മളിപ്പോ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം എന്നുള്ളതാണ് ശരി എന്താ നമ്മൾ ഓക്കെ. ചിന്തിക്കേണ്ടത്. ഒരു കാരണം ഒരു മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കമറുദ്ദീൻ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ആ കമ്പനിയുടെ വാല്യൂ എടുക്കണം. അതായത് അത് CA കൊണ്ടോ അല്ലെങ്കിൽ ആ കമ്പനി ഏതെങ്കിലും ഒരാളെ കൊണ്ടോ അതിന്റെ ഒരു ഏജൻസിയെ വെച്ചിട്ട് ആ കമ്പനിക്ക് എന്താണ് ഇപ്പോൾ ഉള്ള കറന്റ് വാല്യൂ എന്നുള്ളത് എടുക്കണം. അതിൽ ഗുഡ് വില്ല് വരാം, അതിന്റെ കറന്റ് അസറ്റ്സിന്റെ വരാം, അതിന്റെ കസ്റ്റമറുടെ ബെനിഫിറ്റ്, കസ്റ്റമറൊക്കെ വെച്ചിട്ട് എല്ലാം വെച്ചിട്ടായിരിക്കും ഒരു വാല്യൂ എടുക്കുന്നത്. ചിലപ്പോൾ 1 കോടി, 5 കോടി, 10 കോടി അങ്ങനെയൊക്കെ വാല്യൂ. ആ വാല്യൂ കിട്ടുമ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് ഷെയറിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ? ബ്രാൻഡ് ഓഡിറ്റിംഗ്, യെസ് അർജുൻ, യെസ് ഓഡിറ്റിംഗ്, അങ്ങനെ എല്ലാ കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുഡ് വിൽ എന്ന് പറയാം. ഗുഡ് വിൽ എടുത്തിട്ട് നമുക്കൊരു വാല്യൂ ഉണ്ടാക്കുന്നു. ആ വാല്യൂ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മേ ബി 10% ആയിരിക്കാം. നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 കോടി രൂപ വാല്യൂ പറയുന്ന ഒരു കമ്പനിക്ക് നിങ്ങൾ 10% എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 50 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെ? ആ 50 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ വർഷം 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 10% ആ കമ്പനിയുടെ 10% നിങ്ങൾക്ക് തരും. അതിനെന്താ സംഭവം? അതിൽ വരുന്ന ആ ഒരു വർഷം വരുന്ന ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ 10% നിങ്ങൾക്ക് കിട്ടും. ഇതാണ് വൺ ഓഫ് ദ വേ. ഇതാണ് സാധാരണ ഇതിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികളിൽ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ, മാസം ഞങ്ങൾ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഒരു ബിസിനസ് അല്ല, അതൊരു ഒരു ഊഹാപോഹത്തിന്റെ പുറത്ത് നടക്കുന്ന കച്ചവടമാണ് ബേസിക്കലി. കാരണം ഈ ബിസിനസ് വിജയിക്കും, നിങ്ങൾ തരുന്ന പൈസയും കൂടി ഇടുമ്പോൾ ഈ ബിസിനസ് വിജയിക്കും. ഈ ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാസം ഇത്ര രൂപ വരുമാനം ഉണ്ടാവും, അതിൽ നിന്ന് ഇത്ര രൂപ നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ള ഒരു ഊഹാപോഹത്തിന്റെ പുറത്താണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ അൽ മുക്താദിർ എന്ന് പറയുന്ന കമ്പനിക്കൊക്കെ സംഭവിച്ചത് എന്താണ്? ഇപ്പൊ ജ്വല്ലറി പ്രശ്നങ്ങളായി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് പറഞ്ഞത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ ഞങ്ങൾ നിക്ഷേപിക്കൂ, എല്ലാ മാസവും ഞങ്ങൾ ഇത്ര രൂപ വെച്ച് തരാം എന്നാ പറഞ്ഞത്. അവരൊരു ഊഹത്തിന്റെ പുറത്താണ് അവർ ബിസിനസ് നടക്കുമെന്നും അതിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്നും വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അത് നടക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പൈസ പ്രശ്നമായി. അപ്പൊ അത് റിസ്ക് കളിയാണ് അങ്ങനെ. അതായത് നമുക്ക് ഇത്ര പെർസെന്റേജ് പൈസ നമുക്ക് പെർസെന്റേജോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആണ് ബേസിക്കലി. കാരണം ആ കമ്പനി നല്ല രീതിയിൽ പോവില്ല എന്നുള്ളതില്ല. അതിലും റിസ്ക് ആണ് ബേസിക്കലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ നോക്കും? ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ആദ്യം നോക്കും ആ കമ്പനിയുടെ പോളിസികൾ, ആ കമ്പനിയുടെ മിഷൻ പ്ലാനുകൾ എന്തൊക്കെയാണ്. ബോർഡ് മീറ്റിംഗുകൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അതിൽ നമ്മൾ പങ്കുകൊള്ളും. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ശ്രദ്ധ ചിലപ്പോൾ ചെല്ലും. ചിലപ്പോൾ നമ്മൾ പുറത്തായിരുന്ന ഒരു ഇൻവെസ്റ്റർ ആവാം, ചിലപ്പോൾ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് മീറ്റിംഗിൽ ഇരിക്കുന്നവരാവാം. വാട്ട് എവർ ഇറ്റ് മേ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഏതാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അവരോട് സംസാരിക്കുക. അതിന് ഞാൻ പറയുന്നു, എപ്പോഴും ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ആദ്യം പറഞ്ഞ വഴിയാണ്. അവർ നന്നായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കൂടും. മറ്റേത് റിസ്ക് കൂടുതലാണ്, താഴെ പോവാൻ. മറ്റേത് ഈ പറഞ്ഞ പോലെ തന്നെ മാസം ഒരു എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നത് ഒരു ഊഹാപോഹ കണക്കാണ്. അല്ലെങ്കിൽ പറഞ്ഞു അതാണ് ഏറ്റവും ഇപ്പൊ പല ഇൻവെസ്റ്റേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി. അതാണ്. അവിടെ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ പാടെ ചോദിക്കട്ടെ. പറയൂ. നമ്മള് ഒരു സ്ഥാപനത്തില് നമ്മള് ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, എന്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങും ഒരു വിഷനോ മിഷനോ അല്ലാതെ. എന്നിട്ടത് ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്താഗതികളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടണലിന്റെ ഉള്ളിൽ കുടുങ്ങിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവും. ഓക്കെ, ഇവന്റെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മൾ അങ്ങനെ ഒരു ബിസിനസ്സിൽ കാല് വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒരു എന്താ പറയാ ഒരു പാർട്ട്ണർഷിപ്പ് രീതികൾ ഡിവൈഡ് ചെയ്യണല്ലോ. അത് ഏത് രീതിയിൽ നമുക്ക് എന്താ തിരിച്ചെടുക്കുമ്പോൾ അതിന് കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കേണ്ടത്? പാർട്ട്ണർഷിപ്പ് രീതികൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, തെളിച്ച് പറഞ്ഞുതരാം. ഇപ്പോ ഞാനൊരു സ്ഥാപനത്തില് ഞാനും എൻ്റെ ഫ്രണ്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഒരു സ്ഥാപനം തുടങ്ങി. ഓക്കെ, തുടങ്ങുന്ന സമയത്ത് എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതാക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഫുള്ളായിട്ടില്ല. എന്നിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഫണ്ട് അയാളടുത്ത് നിന്നു സ്റ്റോപ്പായി. പിന്നെ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ തന്നെ കൂടുതൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു.
ഉം. എസ്പെഷ്യലി നമുക്കത് മുന്നോട്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആണ് തോന്നിയപ്പോൾ നമ്മൾ അവനെ തൽക്കാലം ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മളെ പഴയ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഉം. ഉം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഓപ്പണ മൈൻഡോട് കൂടി പറഞ്ഞു കേട്ടോ കാര്യങ്ങൾ. ഓക്കെ. പറയട്ടെ. അപ്പോൾ ഇതിൽ എൻ്റെ പൈസ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഉം. അതേപോലെ എൻ്റെ ടൈമിന് ഇപ്പോൾ നമുക്ക് ടൈമിന് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ജോലി ചെയ്താണല്ലോ, ആ ജോലിൻ്റെ സാലറി അവിടെ കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ഡിവൈഡ് ചെയ്തിട്ടുമില്ല, കാര്യങ്ങളാക്കിയിട്ടുമില്ല. ഉം. ഇനി അഗ്രിമെന്റ് അതിന് ഉണ്ടോ? എഗ്രിമെന്റ് ഉണ്ട്, ഷോപ്പിന് എഗ്രിമെന്റ് ഉണ്ട്, അത് ഞങ്ങളെ രണ്ടാളും പേരിലാണ്. അങ്ങനല്ല, ആ ഷോപ്പിന് അഗ്രിമെന്റ് ഉണ്ടാവുന്നത് നിങ്ങൾ ആ രജിസ്റ്റർ ചെയ്തതിന്റെ അഗ്രിമെന്റ്. നിങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പിന് ഡീഡ് ഉണ്ടോ? ഇല്ല. ഈ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ പൊട്ടുന്നത്, താങ്കൾ എവിടെ, ഗൾഫിലാണോ ഇവിടെയാണ്? അല്ല, ഞാൻ ഇപ്പൊ ഗൾഫിൽ, അത് ഓൺ ബിസിനസ് ആണ്, അത് സ്വന്തമായിട്ടുള്ളത്. ഓക്കെ, നാട്ടിലത്തെ അതില് പരിപാടി അല്ലേ? ഇത് നാട്ടിൽ തന്നെ. ഓക്കെ. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ പൊട്ടുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം റോങ് പാർട്ട്ണർഷിപ്പാണ്, റോങ് പാർട്ട്നേഴ്സാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് കമ്പനികൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു ജസ്റ്റ് അഗ്രിമെന്റിന്റെ പുറത്ത് തുടങ്ങുന്ന സംഭവമാണ്. എപ്പോ വേണമെങ്കിലും ഈ അഗ്രിമെന്റ് ക്യാൻസൽ ആകും. അപ്പോ പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ യു മസ്റ്റ് ഹാവ് എൻ അഗ്രിമെന്റ്. നിങ്ങൾക്ക് ഒരു അഗ്രിമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് തീരുമാനിക്കാൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പൊ അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ശരിയല്ലേ? Yes. നിങ്ങൾ എന്ത് Yes. ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സാലറി ഫിക്സ് ചെയ്യണം. ഒരു മാസത്തിൽ അവിടെ വർക്ക് ചെയ്യുന്നതിനൊരു സാലറി നിങ്ങൾ ഫിക്സ് ചെയ്യണം. അത് കമ്പനിയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അറ്റ് ലാസ്റ്റ് പ്രോഫിറ്റ് വരുമ്പോൾ ഈ പറയുന്ന പേഴ്സൺ, ഇപ്പൊ 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെക്കാം. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടിരിക്കുന്നത് 70 ലക്ഷവും അദ്ദേഹം ഇട്ടിരിക്കുന്നത് 30 ലക്ഷവുമാണെന്ന് കരുതുക. അപ്പൊ 70% നിങ്ങൾക്കും 30% അവർക്കും ഇതാണല്ലോ, അത് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോ Yes. പ്രോഫിറ്റിന്റെ 70% താങ്കൾക്കും 30% അദ്ദേഹത്തിനും. അതെങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, മാസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. അത് അക്കോർഡിംഗ് നിങ്ങളുടെ അവിടെ കമ്പനിയിലുള്ള പൈസ ബാങ്കിൽ അക്കൗണ്ടിൽ കാശുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യമേ തീരുമാനിക്കാം. ഇപ്പോ മാസം വേണോ 1 വർഷം കൂടുമ്പോൾ വേണോ എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കാം. പക്ഷെ ഇങ്ങനത്തെ കേസുകൾ, ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ കേസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു സാലറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഭാവിയിൽ ഒഴിവാക്കാൻ സാധിക്കും. മറ്റേ എന്താ വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു പണി എടുത്തിട്ടില്ല, ഈ കമ്പനി ഇങ്ങനെ ആക്കിയത് ഞാനാണ് എന്നുള്ളൊരു ധാരണ മറ്റാൾക്കും, തിരിച്ചാൾക്ക് ഞാനല്ലേ കാശ് കൂടുതൽ എടുത്തത് എന്നുള്ള ധാരണ ഇപ്പുറത്തെ ആൾക്കും വരും. ഇതിനെ പറ്റി ഞങ്ങൾ രണ്ടാളും പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ പേപ്പറിലാക്കിയാൽ മതി. ഓക്കെ. അത് എന്താ, പിന്നെ അടുത്തൊരു പ്രശ്നം നടക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി പ്രോഫിറ്റബിൾ ആകാത്തതുകൊണ്ടാണ് രണ്ടു കൂട്ടർക്കും ഇതൊരു റിസ്ക് ആയി മാറിയത്. ഓക്കെ. കാരണം എന്താ, ഞാൻ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെ ഇൻവോൾവ് ആകാൻ പറ്റണില്ലല്ലോ. പറ്റില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുക, ഓൺലൈൻ ആണെങ്കിലും ഒരുമിച്ചിരുന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ബിസിനസ് മാത്രം സംസാരിക്കുക, എന്തുണ്ട് ബിസിനസ്, എങ്ങനെയുണ്ട് എന്നുള്ളതല്ല, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു ബിസിനസ് വളർത്താൻ ഏറ്റവും നല്ല വഴി അതിന്റെ ഒപ്പം ഇരുന്ന് അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും പാമ്പർ ചെയ്യുകയും അതിന് എന്തൊക്കെ സംഭവിക്കുന്നു, എവിടൊക്കെ പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളത് ഫസ്റ്റ് തൊട്ടേ പഠിച്ചു വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് ബഡി എന്ന് പറയുന്ന എന്റെ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാ ആഴ്ചയിലും ഈ സിഇഒന്റെ ഒപ്പം ഇരിക്കും, ഇത് ചോദിക്കും, ഈ പൈസ എവിടെ, ഇതെന്താണ് സംഭവിച്ചത്, നിനക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ, ഈ ആഴ്ച സെയിൽസ് എത്ര അച്ചീവ് ചെയ്തു, ഈ മാസ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആയി, എന്താണ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് എന്തുകൊണ്ട് അച്ചീവ് ചെയ്തിട്ടില്ല, ഏത് ടീമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്, ഈ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫോ അല്ലെങ്കിൽ അവരെ എന്താ വർക്ക് ചെയ്യാത്തത്, അവരിങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഓരോ ആഴ്ചയിലും നമ്മൾ റിവ്യൂ വെക്കും. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ബിസിനസ് ബഡി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഇപ്പൊ സുഹൃത്തല്ലേ ഒപ്പം ഉള്ളത്, കമറുദ്ദീന്റെ ഒപ്പം ഉള്ളത്, പലപ്പോഴും സംസാരങ്ങൾ മുഴുവൻ ഇമോഷണൽ ആയിരിക്കും, ദേഷ്യപ്പെടും, സങ്കടം വരും, നീ എന്താണെന്ന് ശരിയാക്കാത്തത്, നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ബിസിനസ് ഈസ് ലോജിക്കൽ. നമ്മൾ കൃത്യമായിട്ട് ലോജിക്കായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ബിസിനസിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ഇമോഷൻസിന് സ്ഥാനമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ സംസാരിക്കണത് ഇമോഷനിലൊന്നുമില്ല, ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ബിസിനസ് ഡീൽ തന്നെ സംസാരിക്കലുള്ളൂ. പിന്നെ ഇമോഷൻ അത് ഞങ്ങൾ സംസാരിക്കണ ആ സമയത്ത് അത് മാത്രം,
അത് കഴിഞ്ഞാൽ അത് വിട്ടുകൊണ്ട് പിന്നെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നല്ല സംസാരിക്കാം. നല്ല അല്ലാതെ നല്ല ഞങ്ങൾ നല്ല ഇതിന്റെ അതാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതന്നെ ചെയ്യുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രശ്നം സംഭവിക്കുന്നത് ഇതൊരു പേപ്പറിൽ ഡീലാക്കിയിട്ടില്ല എന്നുള്ളതുണ്ട്. അത് പാർട്ണർഷിപ്പ് വെക്കണം, നിർബന്ധമായിട്ടും പാർട്ണർഷിപ്പ് വെക്കണം. ഓക്കെ, അതൊക്കെ മനസ്സിലായി, കാര്യങ്ങൾ ക്ലിയർ ആയി. അതിന്റെ രസം നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിക്കോ അല്ലെങ്കിൽ LLP ആയിക്കോ. അതാകുമ്പോ എന്താ അറിയോ, അത് ഓൾറെഡി അഗ്രിമെന്റ് ആണ്. അതിൽ വേറെ കാര്യം ചോദിക്കണം. ഇപ്പൊ നമ്മൾ ഈ ലോഗോ കാര്യങ്ങൾ, നമ്മളെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുമല്ലോ, ആ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഇയർലി ചാർജ് എങ്ങനെയാണോ, അതോ? അത് ലോഗോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചിലപ്പോൾ സാധാരണ ഇതിൽ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് കിട്ടാൻ കുറച്ച് പാടാണ്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞ് കിട്ടാൻ പാടാണ്. നമുക്ക് എങ്ങനെ സാധാരണ ഇവർ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രേഡ് മാർക്ക് നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് ഒരു സെക്ടറിൽ, നമുക്ക് കുറെ സെക്ടറുകൾ ഉണ്ട്. ആ സെക്ടറിൽ ഒന്നിലെടുക്കുന്നു, ഒന്നിലോ അല്ലെങ്കിൽ ഒരുമിച്ചോ എടുക്കാൻ തീരുമാനിക്കുന്നു, അതിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിന് പറ്റുന്ന ഏജന്റുമാരുണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്, അവരുടെ അടുത്ത് കൊടുക്കുന്നു, അവരത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ വേറെ ആരുടെ അടുത്തൊന്നും പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിട്ട് കിട്ടും. ടി എന്ന് എഴുതിയിട്ട് കിട്ടും. ഓക്കെ, പക്ഷെ പിന്നീട് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അത് ഒരൊറ്റ തവണ എനിക്ക് തോന്നുന്നു വർഷം അതിനൊരു ട്രേഡ് മാർക്ക് അതിനൊരു ഇതുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പം TM ആയിട്ട് കിട്ടും. അതിൽ നിന്ന് നമ്മൾ രജിസ്റ്റേർഡ് ആയി കിട്ടുമ്പോഴാണ് തിരിച്ച് ട്രേഡ് മാർക്ക് TM ആയിട്ട് കിട്ടുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ രജിസ്റ്റേർഡ് ആകുമ്പോൾ അത് കിട്ടും. അതെ, അതിനകത്ത് ഒബ്ജക്ഷൻസ് വരുവാണെങ്കിൽ TM വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഒബ്ജക്ഷൻസ് വരുന്നത്. ഒബ്ജക്ഷൻസ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിന് കൗണ്ടർ ചെയ്യണം. അത് എല്ലാം ഓക്കെ ആയി വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലാന്ന് വരുവാണെങ്കിൽ ലാസ്റ്റിലാണ് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടുന്നത്. അത് നമുക്ക് അന്നേരം യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളിൽ. അതൊരു 10 yearsലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. റീ-രജിസ്റ്റർ ചെയ്യാം. 10 years ആണ് അല്ലേ സുരജ്? അതെ 10 years. ഓക്കെ. അല്ല, അതാണ് ഞാൻ അറിയാൻ വേണ്ടി നിന്നത്. കാരണം അതിന്റെ കൺസൾട്ടൻസ് ഉണ്ടെന്നേ. അത് കൺസൾട്ടൻസ് ഉണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്പോൾ എന്നൊക്കെ പറയുന്ന കമ്പനിയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ എമൗണ്ടുകളെ വരുന്നുള്ളൂ. ഓക്കെ. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ചെയ്യുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ. ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ വലിയ കാര്യം. സിജോ ഉണ്ട് ഇവിടെ? സിജോ ഇല്ല. സിജോ എനിക്ക് ഉണ്ടായിരുന്നു. ആ മനോജ് ചേട്ടൻ, മനോജ് ചേട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കുക. കമറുദ്ദീൻ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്പർ ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. കമറുദ്ദീൻ മനോജ് ഓക്കെ. മനോജ് ചേട്ടൻ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. മനോജ് ചേട്ടൻ്റെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി വേറെ ക്വസ്റ്റ്യൻസ് എനിബോഡി? അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഈ വിഷൻ ബോർഡ്, ഹലോ സാറേ, ഈ വിഷൻ ബോർഡ് എങ്ങനെ തയ്യാറാക്കാം? അതിന്റെ ഫോർമാറ്റ് എങ്ങനെ? വിഷൻ ബോർഡ് തയ്യാറാക്കാൻ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അടുത്ത ദിവസം തന്നെ നമുക്ക് വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ആക്കേണ്ടത്, എന്തൊക്കെ വേണം നമുക്ക് വരാം. ഒരു കാര്യം പറയാണ്ട്. അതേട്ടാ പറയൂ. നമ്മള് അന്ന് എറണാകുളത്ത് ഒരു ഇതുണ്ടാവുന്നില്ലേ, നമ്മുടെ ഇതുപോലത്തെ ഒരു പരിപാടി, ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ്. നമ്മളത് അച്ചീവ് ചെയ്തിട്ടോ കഴിഞ്ഞ നവംബറിൽ. ഇപ്പോഴാന്നിട്ട് പറയാൻ നിങ്ങൾ എന്നോട്? കഴിഞ്ഞ നവംബറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിന്റെ പല വിഷനും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. വെരി ഗുഡ്. എഴുതി വെക്കുന്ന സാധനങ്ങൾ അച്ചീവ് ചെയ്യുന്നേ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ പക്ക. നമ്മൾ അതിൽ നമ്മുടെ ആത്മാർത്ഥത കാണിക്കണം. ഉറപ്പായിട്ടും കിട്ടും. ചെലവുണ്ട്. ആണ്ടാ, സാക്കീർജി അവിടെ ഉണ്ടായിരുന്നല്ലേ? മനോജേട്ടന്റെ ചെലവുണ്ട്. മനോജേട്ടന്റെ ചെലവ് നമുക്ക് മനോജേട്ടനെ പിടിക്കാം. മനോജേട്ടൻ അന്ന് മുങ്ങിയതാ സാക്കീർജി, ഇപ്പഴാ പൊങ്ങണേ. മനോജേട്ടൻ കഴിഞ്ഞ തവണ 21 days പരിപാടിക്ക് രാവിലെ അമ്പലത്തിലെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ, പിന്നെ കണ്ടില്ല. മനോജേട്ടന്റെ സ്ഥലം തൃശ്ശൂർ മാള അല്ലെ? മാളല്ലേ മനോജേട്ടൻ? ഇരിങ്ങാലക്കുട. എരുമപ്പെട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി വഴി വന്നിട്ടുണ്ടായിരുന്നു മനോജേട്ടാ. ഞാനത് നിങ്ങളുടെ എവിടെയെന്ന് പറഞ്ഞില്ല. വടക്കാഞ്ചേരി വഴി അങ്ങനെ കയറി വന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് പ്ലീസ്.
എനിബടി ഒന്നുമില്ല അപ്പൊ ആർക്കും. അപ്പൊ സന്തോഷം. അപ്പോ മറക്കണ്ട, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ പോയിന്റുകൾ ഗ്രൂപ്പിലേക്ക് ഇടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കാണട്ടെ. ഒരുപാട് പേര് മടിച്ചു മാറി നിൽക്കുന്നുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്താ പറയാ, ഈ കുഴിമന്തി കഴിക്കാനും മഴ കാണാനും പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ബിസിനസ് പഠിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കട്ടെ. എല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. കഴിഞ്ഞ ദിവസം ആകെ 4-5 പേരെ ഇട്ടുള്ളൂ. നിങ്ങൾ എഴുതിയിട്ടാൽ നിങ്ങൾക്കാ നല്ലത്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനതൊക്കെ ഓടുത്ത എഴുതി വെച്ചതാണ്. അപ്പൊ എനിക്ക് ഒറ്റൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നാശത്തിലേക്കാണ് പോക്ക്. വേറെ ഒന്നിക്ക് പറയാം. ഇറ്റ്സ് കോൾഡ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ഒരു ക്ലോസിംഗ് മെത്തേഡാ സെയിൽസില്. ഇന്നലെ അനീഷ് ആരോ ചോദിച്ചില്ലേ സെയിൽസ് ക്ലോസ് മെത്തേഡ് എന്നാ മനോജ് ചോദിച്ചത്. മനോജ് ഇല്ല. ഓക്കെ, അപ്പൊ ബാക്കി കാണാം നാളെ രാത്രി 9 മണിക്ക്. ഓക്കെ, വേറൊരു ടോപ്പിക്കായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റുള്ള ടോപ്പിക്കായിട്ട് കാണാം. ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ബിസിനസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതുവരേക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.